യേശുനാഥാ ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥാ ഇന്നേരം. നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥാ ഇന്നേരം. നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. വേണ്ടുവോളം വാത്സല്യത്താൽ എന്നുള്ളത്തെ നീ തൊട്ടതിനാൽ. വേണ്ടുവോളം വാത്സല്യത്താൽ എന്നുള്ളത്തെ നീ തൊട്ടതിനാൽ. വേണ്ടുവോളം വാത്സല്യത്താൽ എന്നുള്ളത്തെ നീ തൊട്ടതിനാൽ. വേണ്ടുവോളം നിൻ വാത്സല്യത്താൽ എന്നുള്ളത്തെ നീ തൊട്ടതിനാൽ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥാ ഇന്നേരം. നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥാ ഇന്നേരം. നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. ഞാനാകന്നാലും നീ അകലില്ല, ഞാൻ
സ്നേഹിച്ചു നീ ഞാനാകന്നാലും നീ അകലില്ല ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ ഞാനാകന്നാലും നീ അകലില്ല ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ എൻ്റെ എല്ലാമെല്ലാം നീയേ എൻ ജീവനും പ്രാണനും നീയേ 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 യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ എന്നെ കാത്തിടും താൻ കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ എന്നെ കാത്തിടും താൻ യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കണ്ണീരെല്ലാം തുടയ്ക്കും. അത് കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും നമ്മെ മാർവോട് ചേർത്തണച്ചു നിർത്തുന്ന ആ ദൈവ സാന്നിധ്യത്തെ വർണ്ണിക്കുവാൻ കർത്താവിടയാക്കിയല്ല. എല്ലാവരും അല്പസമയം ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. നാം ഇങ്ങനെ പാടിയല്ലോ, അങ്ങയുടെ മാർവോട് ഞാൻ ചേരട്ടെ, എൻ്റെ എല്ലാമാണ് കർത്താവ്, എന്നെ അവിടുത്തെ പുത്രനാക്കിയെന്ന് നാം പാടി ആരാധിച്ചു. ഗലാത്യലേഖനം 4-ാം അധ്യായം വിളിച്ചു പറയുന്നുണ്ട് ഇങ്ങനെ, കാലസമ്പൂർണത വന്നപ്പോൾ, the fullness of time has come,
കർത്താവിൻ്റെ എക്സാക്ട് ടൈമായപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്തിന്? നമുക്ക് പുത്രത്വം നൽകി തരുക, നമ്മെ വീണ്ടെടുക്കുക, നമ്മെ വിടുവിപ്പാ. കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചെങ്കിൽ പുത്രനെ നൽകി തന്നത് കൊണ്ട്, ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം, അപ്പാ നന്ദി, ആ സ്നേഹത്തിന് നന്ദി, ആ കൃപകൾക്ക് നന്ദി കർത്താവേ, എന്നെ പുത്രനാക്കിയല്ലോ. ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് സ്തുതിക്കാതിരിപ്പാൻ കഴിയത്തില്ല. ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് നന്ദി പറയാതിരിപ്പാൻ കഴിയത്തില്ല. കൊതിയോടെ കരങ്ങൾ തട്ടി അതരങ്ങൾ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത് തുടങ്ങട്ടെ. തൻ്റെ മാർവോടൊന്ന് ചേർന്നിരിക്കട്ടെ. ഒന്ന് പറഞ്ഞേ, ആ മാർവോട് ഞാനൊന്ന് ചേരട്ടെ. ആ മാർവിനോട് ചേർന്നിരിക്കുമ്പോൾ ഭാരങ്ങളും പ്രയാസങ്ങളും മാറും, പ്രതികൂലങ്ങൾ മാറും. ഈ ആരാധനയിൽ ആത്മീക സന്തോഷം അനുഭവിക്കട്ടെ. ഈ ആരാധനയിൽ ആത്മീക സന്തോഷത്താൽ നിറയുവാൻ ഇടയാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട് കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ അനുഭവിക്കട്ടെ. ശാരീരികമായൊരു വിടുതലും മാനസികമായൊരു വിടുതലും ഇന്ന് പകൽ അനുഭവിക്കട്ടെ. ആത്മനിറവിലുള്ള ആരാധന ഇവിടെ ഉയരട്ടെ. അതരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ശബനകലഘടക ഭൂഡാമാന ശംദരേ ദിഗലഘടക. കരം നീട്ടുന്നു കർത്താവ്, സ്നേഹമോടെ കരങ്ങൾ നീട്ടുന്നു. ആ കരത്തിലൊന്ന് തൊടണം. കർത്താവ് കരം നീട്ടുമ്പോൾ ആ കരത്തെ ഇന്നൊന്ന് സ്പർശിക്കുവാൻ ഇടയായി തീരണം. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകണം. സ്തുതിക്കാം, ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രങ്ങൾ അർപ്പിക്കാം. കരങ്ങൾ തട്ടട്ടെ, അതരങ്ങൾ ചലിക്കട്ടെ. യേശു കർത്താവിന്റെ നാമം ഇവിടെ ഉയർത്തട്ടെ. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി, അതെ നമ്മെ വിലയ്ക്ക് വാങ്ങാനായി ഈ ഭൂമിയിലേക്ക് സ്വർഗമായ ചെങ്കേ നമ്മെ വിലയ്ക്ക് വാങ്ങി പുത്രത്വം നൽകിയിരിക്കുമ്പോ മക്കളാണ് നാം. മക്കൾ ഒന്നിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കാം. സ്വർഗം പ്രസാദിക്കുന്ന ഒരു ആരാധന ഇവിടെ ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് പാടാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോനിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോനിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. എല്ലാ കരങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ, എല്ലാ കരങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്കു സഹായകൻ അകാലഭീതവും അവൻ. രോഗശയ്യയിലെനിക്കു സഹായകൻ അകാലഗീതവും അവൻ. നല്ല വൈദ്യരും ദിവ്യൗഷധവുമൻ, ആത്മസാഖിയും അവൻ തന്നെ. നല്ല വൈദ്യരും ദിവ്യൗഷധവുമൻ, ആത്മസാഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ.
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൻ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാവാൻ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനാ വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനാ വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തോരത്ഭുതം ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ള തുള്ളുന്നേ. എന്തോരത്ഭുതം ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ള തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. ലംഘനങ്ങളും എല്ലാ കൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. ലംഘനങ്ങളും എല്ലാ കൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്തുള്ളമേ സ്തുതിക്കാതെ പരനെ തന്നാൽ മകൾക്കാൽ സ്തുതിക്കാം, സ്തുതിക്കാം. അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പാപരോഗത്താൽ വലഞ്ഞു തെല്ലുമാശയില്ലാതലഞ്ഞു. പാപരോഗത്താൽ വലഞ്ഞു തെല്ലുമാശയില്ലാതലഞ്ഞു. പാരം കേണിടുമ്പോൾ തിരുമേനിയാതെ നിന്റെ വ്യാധിയെല്ലാം വായിച്ചു. പാരം കേണിടുമ്പോൾ തിരുമേനിയാതെ നിന്റെ വ്യാധിയെല്ലാം വായിച്ചു. എന്നുള്ളമേ സ്തുതിക്കാതെ പരനെ തന്നാൽ മകൾക്കാൽ സ്തുതിക്കാം, സ്തുതിക്കാമേ. തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ. പല ശോധനകൾ വരുമ്പോൾ
ചുമന്നു എന്നെ കാത്തു സൂക്ഷിച്ചോരു കാതനല്ലോ എന്റെ ഭാരമെല്ലാം ചുമന്നു ഏതുള്ളവേ സ്തുതിക്കാതെ പരനെ തന്നാൻ മകൾക്ക് സ്തുതിക്കാമേ തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും അതിശയമേ പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും അതിശയ ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും അതിശയമേ പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും അതിശയമേ എന്തുള്ളവേ സ്തുതിക്കാതെ പരനെ സ്തുതിക്കാമേ തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എന്തുള്ളവേ സ്തുതിക്കാതെ പരനെ തന്നാൻ മകൾക്ക് സ്തുതിക്കാമേ തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം 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 സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ തന്റെ ദേഹം എന്ന തിരശീല ചിന്തിതമോ ക്ഷമാർഗ തുറന്നു 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 ഭാരം കേടിടുമ്പോൾ തിരുമേ നീ അതിൽ നിന്റെ വ്യാധി എല്ലാം വായിച്ചു ഭാരം കേടിടുമ്പോൾ തിരുമേ നീ അതിൽ നിന്റെ വ്യാധി എല്ലാം വായിച്ചു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും അതിശയമേ 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 എന്തുള്ളമേ സ്തുതിക്കാതെ പാരാതെ മകൾക്ക് സ്തുതിക്കാമേ തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം 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 തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം
കരങ്ങൾ തട്ടി അതരങ്ങൾ ചലിപ്പിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കാം. സ്തുതിയും സ്തോത്രം ഇവിടെ ഉയരട്ടെ. അഭിഷേകത്തോടെ, ആത്മതയാറവോടെ, ശക്തിയോടെ. ഓ ശാന്താദാല ബാല ചൂടാബാല വൈഡ വലക നിഗദ വൈഡ വലവ നിഗദ വൈശാബാല ചൂടാബാല ജീവനമമ്പ ചൂടവലാല അസ്തകരകദല വന്ദന മൗഡവരുത്തര വന്ദന മൗഡവരുത്തര വന്ദന മൗഡവരുത്തരബാല ചൂടാബാല ചൂടാബാല ദീനാബാല വൈഡ വലക ദീഗന്ധാര വൈഡബാല സംഭവാല ചൂടാബാല വൈഡബാല സംഭവാല വൈഡബാല സംഭമാല വൈഡവലവ ഉടവരഗജ വൈഡവലവ ചുടവരഗജ വൈശവലവ ദിഗനരഗജ വൈഡവ ശക്തമായ ആരാധന ഉയരട്ടെ. യെസ്, കർത്താവ് ചിലരെ സ്പർശിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം പകരട്ടെ. ദൈവിക സ്പർശനത്തിനായി ഏൽപ്പിക്കാം. ശരീരത്തിന് വിടുതല്, ഓ മാനസികമായൊരു വിടുതല് ഈ ആരാധനയിൽ എല്ലാവരും അനുഭവിക്കട്ടെ. ശക്തിയോടെ അതരങ്ങൾ ചലിപ്പിച്ച കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ശക്തിയോടെ 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 Udabala, Dirabala, Vaidabala, Sundarabala, Udavarandana, Vandana, Udavalamba, Shamdarama, Udavalacha, Vandanacha, Udala, Udabala, Udabala, Udada, Divala, Handada, Udabala, Diraba, Udavana, Saidabala, Hatariga, Sharadala, Varava, Divana, Udabala, Regula, Dirabala, Hadana, Udabala, Hadana, Diraba, Udavana, Sigadala, Udava, Udavana, Digadala, Hadana, Digada, Udavana, Udabala, Udabala, Diraba. Divana Hadalaga, Ribalaga, Diravana, Judavana, Diravana. ദൈവ സാന്നിധ്യത്തിനായി നന്ദി, ദൈവകൃപയ്ക്കായി നന്ദി, ജനത്തെ സ്പർശിക്കുന്നതിനായി നന്ദി, തൊടുന്നതിനായി നന്ദി, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനായി നന്ദി.
Rudabala bara 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 gadaga shabara baba Rudabala sikadana Rival kauda shamanaganta Kallamanamba shambanavacha Rudabara Udabala gadaga tabarakti Raja na baba Nikana da levare Udabala gadaga regada bana bana haduri biri gadaga dara Udabala bana 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 gadaga shamdara Udabala gadaga sikata da levana Ribada na bana 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 gadaga shamdara Ribana da la gadaga shamdara Ribana digana Yudamane sakeriba Yudamana sabana dana Riba shabara bala 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 gadaga riba dana Riba gadaga shamdana Riba dana digara bala 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 gadaga shamdana Riba dana bala 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 gadaga shamdana Riba na bala bala gadaga shamdana Ibara bala 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 basakara Imana bala bala gadaga dere gadaga Judabal kadega chamane Rigamdana vaida bala bala vachamdana Riba sikadari Muri bala gadaga shamdana Ribara bala gadaga dere gadaga Reganaga the Legadaga Legadaga Shamdare Ikari Banaba Judamana Badala Judabala Badabalaga Sigata Dalagadaga Parisuthalmavinda Pravartigal Velipadate Albudangal Sambavigate Oh Visosiganavali Adayalangal Nadako Adayalangal Sambavichagondirigate ഓരോരുത്തരമേലും ആത്മാവിന്റെ പ്രവൃത്തി ഓരോരുത്തരമേലും ദൈവാത്മാവിന്റെ പകർച്ച ഓരോ ശരീരത്തിനും ആരാധനയിലെ വിടുതൽ ഓരോ മനസ്സിന് ആരാധന അനുഭവിക്കുന്ന സന്തോഷം യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകയാ കർത്താവിന്റെ സന്നിധിയിലെ സന്തോഷം പ്രാപിക്കട്ടെ Riba shekene de diba Oh hallelujah Rakatana shekendiri Hallelujah Oh Jesus ശാന്തമായി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാമോ ശാന്തമായി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി സുരലോക സുഖം വെടിഞ്ഞ് നമ്മെ തേടി വന്ന ആ സ്നേഹമോർക്കാം താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തീർന്നു തന്നെത്താൻ ഒഴിച്ചു തന്നെത്താൻ ചെറുതായി He emptied himself തന്നെത്താൻ ശൂന്യനാക്കി ഈ ഭൂമിയിലേക്ക് വന്നു നമ്മെ സ്നേഹിച്ചു ആ സ്നേഹത്തെ ഒരിക്കൽ കൂടി ഒന്നോർക്കാം ഓ സുരലോക സുഖം വെടിഞ്ഞ് സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ തന്റെ ദേഹമെന്ന തീരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു തന്റെ ദേഹമെന്ന തീര
തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. ഒരിക്കൽ കൂടി തന്റെ ദേഹം, തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. ഒരു ജീവനുള്ള പുതുവഴി നമുക്ക് വേണ്ടി ഒരുക്കി തന്നല്ലോ. ഒരു ജീവനുള്ള പുതുവഴി നമുക്കായി കാണിച്ചു തന്നല്ലോ. ആ കാൽവരിയിലെ സ്നേഹം എത്ര വലിയതാണ്. നമ്മുടെ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. സന്തോഷമുള്ള ഹൃദയത്തോടെ പാടി സ്തുതിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ കർത്താവ് കൃപ നൽകി. യേശു കർത്താവിന്റെ സ്നേഹത്തെ ഓർത്താൽ അടങ്ങിയിരിപ്പാൻ കഴിയത്തില്ലല്ലോ, സ്തുതിക്കാതിരിപ്പാൻ കഴിയത്തില്ലല്ലോ. ആ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ആകയാൽ കരമുയർത്തി സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സങ്കീർത്തന ഭാഗമാണ് 37-ാമത്തെ സങ്കീർത്തനം. പ്രത്യേകിച്ച് 40 വാക്യങ്ങൾ ഉള്ളത് കൊണ്ട് സാധാരണ നിലയിൽ പെട്ടെന്നൊന്നും വായിപ്പാൻ ഭവന പ്രാർത്ഥനയിലോ ഒന്നും നാം സമയം കണ്ടെത്താറില്ല. തുടർച്ചയായിട്ട് ഇങ്ങനെ ഭവന പ്രാർത്ഥനകളിൽ വായിക്കുന്നവർക്ക് അങ്ങനെ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ സാധാരണയുള്ളതുപോലെ 91, 23, 121 ഇങ്ങനെയൊക്കെയുള്ള ആ നിലകളിൽ ചുരുങ്ങിപ്പോകുവാൻ ഇടയായിത്തീരും. പക്ഷെ ഒരുപാട് ആത്മീക മൂല്യങ്ങൾ, ഒരുപാട് ആത്മീകമായ ഉത്തേജനം നൽകുന്ന അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയ ആത്മീക സത്യങ്ങളിൽ നിന്ന് കർത്താവ് ചെയ്ത ഉപകാരങ്ങളും ദൈവത്തിൻ്റെ വിശ്വസ്തതകളെയും വർണ്ണിക്കുവാനാണ് ഈ സങ്കീർത്തനം പ്രത്യേകാൽ ആ സങ്കീർത്തനക്കാരൻ സമയങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ബൈബിളിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്: BIBLE ബൈബിൾ, ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് എർത്ത്. നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ്, ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ, അതിൻ്റെ ഒരു ചുരുക്കമായിട്ട് ബൈബിൾ എന്ന പേര് മനസ്സിലാക്കുവാൻ കഴിയും. ആയതുപോലെ തന്നെ ഒരു സങ്കീർത്തനമാണ്, അത്യാവശ്യ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒരിക്കലും നീതിമാനായ ഒരുവൻ പരാജയപ്പെടുകയില്ലെന്ന് ഈ സങ്കീർത്തനം പഠിപ്പിക്കുന്നു. എത്ര പേരത് ആ പ്രാരംഭ വാക്യങ്ങൾ ധ്യാനിച്ചപ്പോൾ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദം, നീ മുഷിഞ്ഞു പോകരുത്. 1-ാമത്തെ വാക്യത്തിലും 6-ാമത്തെ വാക്യത്തിലും 7-ാമത്തെ വാക്യത്തിലും അത് ആവർത്തിച്ച് പറയുന്നുണ്ട്, മുഷിഞ്ഞ് പോകരുത്. അല്പം കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ വാക്യത്തിൻ്റെ സിമ്പിൾ ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്: അസ്വസ്ഥനായി പോകരുത്. ജീവിതത്തിൽ അസ്വസ്ഥനായി പോകരുത്, വിഷമിച്ചു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ഇവിടെ മുഷിഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കോപത്തിൽ നിന്നുണ്ടാകുന്ന ഒരു മുഷിപ്പ് കാണും, ജീവിതത്തിൽ നിരാശയിൽ നിന്നുള്ളൊരു മുഷിപ്പ് കാണും. പല നിലകളിൽ നാം മനം മടുത്തു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആവർത്തിച്ച് ആർപ്പിച്ചിരിക്കുന്ന പദമാണ് നാം മുഷിഞ്ഞു പോകരുത്, അല്ലെങ്കിൽ അസ്വസ്ഥരായി പോകരുത്. ആ കരങ്ങൾ ഉയർത്തി പറയാമോ? അസ്വസ്ഥരാകരുത്. ആ ഒരു പദം മാത്രം പറഞ്ഞ് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വിരാമം കുറിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ അസ്വസ്ഥരാകരുത്. പ്രത്യേകിച്ച് വിശുദ്ധ സഭായോഗത്തോടുള്ള ബന്ധത്തിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ പല നിലകളിൽ അസ്വസ്ഥരായി പോകും, പല നിലകളിൽ ഭാരത്തിലൂടെ കടന്നു പോകും, പല നിലകളിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകും, തളർന്നു പോകും.
ക്ഷീണിച്ചു പോകും. എന്നാൽ ശാരീരികവും മാനസികമായി മുഷിഞ്ഞു പോകുമ്പോൾ അവരെ ബലപ്പെടുത്തുവാൻ ഉതകുന്ന കാര്യങ്ങൾ ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. കടന്നു വന്ന ദൈവമക്കളിലും അസ്വസ്ഥതയോടെ, അത് ചിലപ്പോൾ മനസ്സിന് ഒരസ്വസ്ഥതയായിരിക്കാം, ശരീരത്തിൽ ഒരസ്വസ്ഥത, പാസ്റ്ററെ ഒരു വല്ലായ്മ, ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥത, ഒരു ക്ഷീണം, ഒരു ഭാരം, ഒരു ബുദ്ധിമുട്ട്, ആ നിലകളിലൊക്കെ കടന്നു വരുമ്പോൾ അതിനെന്താ പരിഹാരമെന്നും നിർദ്ദേശിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ചിലപ്പോൾ ദൈവമായിട്ട് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ശലോമോന്റെ അഭിപ്രായം പറഞ്ഞാൽ തൻ്റെ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് താൻ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ശാസനയെങ്കിൽ മുഷിഞ്ഞു പോകരുത്. എബ്രായ ലേഖന കർത്താവ് പൗലോസ്ലീഹയുടെ വാക്കുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ അവിടുന്ന് ശാസിക്കുമ്പോൾ ചിലപ്പോൾ മുഷിപ്പ് തോന്നും, അസ്വസ്ഥത തോന്നും. മുഷിഞ്ഞു പോകരുത്, അസ്വസ്ഥനാകുവാൻ ഇടയാകരുത്. മുഷിഞ്ഞു പോകാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അസ്വസ്ഥത അനുഭവിക്കാത്തവര്, അല്ലെങ്കിൽ ആ ഒരു വേദനയിലൂടെ കടന്നു പോകാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാ മനുഷ്യനോടും ചോദിച്ചാൽ ഒരു നിലയിലല്ലെങ്കിൽ മറ്റൊരു നിലയിൽ അസ്വസ്ഥതയും മുഷിപ്പുമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്, ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഞാൻ വചനമൊന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, മുഷിഞ്ഞു പോകാത്ത ആരുമില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ദേഷ്യമുണ്ട്, അതിനകത്തൊരു ഒരു കംഫർട്ട് അല്ലാത്ത അവസ്ഥയുണ്ട്, ബുദ്ധിമുട്ടുന്ന അനുഭവങ്ങളുണ്ട്. യേശു കർത്താവ് മുഷിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്നാണ് പൊതുവികാരം. പൊതുവെ യേശു കർത്താവ് മുഷിഞ്ഞു പോയിട്ടുണ്ടോ? സ്തോത്രം. ഉണ്ടോ? കർത്താവ് മുഷിഞ്ഞു പോയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കോപിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ വന്നപ്പോൾ മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തുമ്പോൾ 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി, ശിശുക്കള് അടുക്കലേക്ക് വരുമ്പോൾ അവരെ തടഞ്ഞു. യേശു മുഷിഞ്ഞു. അവരെ ശാസിച്ചിട്ട് പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്. വളരെ ശാന്തനായ പൗലോസ്ലീഹ മുഷിഞ്ഞു പോയിട്ടുണ്ടോ? പൗലോസ്ലീഹ മുഷിഞ്ഞു പോയിട്ടുണ്ടോ? ചില സന്ദർഭങ്ങളിലൊക്കെ മുഷിഞ്ഞു പോയിട്ടുണ്ട്. വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉഗ്രവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. തീർന്നില്ല. തൻ്റെ പുറകെ നടന്നുകൊണ്ട് കൂടെ കൂടെ ഇങ്ങനെ അത്യുന്നത ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ വെളിച്ചപ്പാടത്തി സ്ത്രീയ്ക്ക് നേരെ തിരിഞ്ഞ് താൻ മുഷിഞ്ഞ് ശാസിച്ചതായിട്ട് കാണുന്നുണ്ട്. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ മുഷിഞ്ഞു പോയിട്ടുണ്ട്, മടുത്തു പോയിട്ടുണ്ട്, അസ്വസ്ഥരായിട്ടുണ്ട്, വേദനപ്പെട്ടു പോയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ കാണുന്നുണ്ട്. ശിഷ്യന്മാർ മുഷിഞ്ഞു പോയ ഒരു സന്ദർഭം ഇങ്ങനെയായിരുന്നു. യേശുവിൻ്റെ പാദപീഠത്തിൽ വന്ന് തൈലം പൊട്ടിച്ചൊഴിച്ചപ്പോൾ അത് കണ്ടിട്ടും ശിഷ്യന്മാർക്ക്, അത് ഈ സങ്കീർത്തനമായിട്ട് ഒത്തുവരുന്നൊരു പദമാണ്, നിനക്ക് ചിലപ്പോൾ അസൂയ തോന്നും. അത് അസൂയയിൽ നിന്നുണ്ടായൊരു മുഷിപ്പ. ഇതിനകത്തൊരു വാക്ക് അസൂയ എന്നുള്ളത് മുഷിപ്പിൻ്റെ ഒരു ഭാഗമാകട്ടോ. അസൂയ തോന്നി ഒത്തിരി സന്ദർഭങ്ങൾ തിരുവെഴുത്തിലുണ്ട്. എന്നാൽ എവിടെ അസൂയ ഉണ്ടായോ അവിടെ എല്ലാം ജീവിതത്തിൽ ആരോട് തോന്നിയോ അവരെല്ലാം ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. ഏറ്റവും വലിയ ഉദാഹരണമാണ് യോസഫ്. തന്നോട് അസൂയയും തോന്നി, മുഷിപ്പ് തോന്നി, പക്ഷെ താൻ അനുഗ്രഹിക്കപ്പെട്ട പോലെ ആരും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. ഇസഹാക്കിനോട് മുഷിപ്പ് തോന്നി, അസൂയ തോന്നി. തൻ്റെ നന്മ കണ്ടിട്ട് ഫെലിസ്ത്യർക്ക് അസൂയയും മുഷിപ്പും വന്ന് നന്മ മുഴുവൻ മൂടിക്കളയാൻ വന്നു. പക്ഷേ കർത്താവ് ഒരുക്കിയത് രഹബോത്തായിരുന്നു. ഒരു വർധനവിൻ്റെ അനുഭവമായിരുന്നു ദൈവം ഒരുക്കി കൊടുത്തത്. സ്തോത്രം. അടുത്തത്, ദൈവത്തോട് മുഷിപ്പ് തോന്നുമോ? മനുഷ്യരോടൊക്കെ മുഷിപ്പ് തോന്നും.
ദൈവത്തോട് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകുമോ? ഉണ്ടാകുമോ? പറയ മക്കളെ, ദൈവത്തോടുണ്ടാകുമോ? ഉണ്ടാകുമെന്നാണ് സഹോദരിമാര് പറയുന്നത്. ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളെ കൂടെ ദൈവത്തെ മുഷിപ്പിച്ചിട്ടുണ്ട്. അവരെ പ്രയാണയാത്രയിൽ പ്രത്യേകിച്ച് മുഷിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 2 വാക്യങ്ങൾ പറയാം. മലാക്കി പ്രവചനം 2-ാം അധ്യായത്തിൽ 17-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ കണ്ടോ. അപ്പൊ കർത്താവിനെ മുഷിപ്പിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ നിരാശ വരുമ്പോൾ ചിലപ്പോൾ പിറുപിറുപ്പിൻ്റെ പ്രാർത്ഥനകളാകും, ചിലപ്പോൾ ദൈവത്തെ മുഷിപ്പിക്കുന്നതാകും. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലും അതേ ഒരു ചിന്ത തന്നെ കാണുന്നുണ്ട്. ഐസയ്യാ ചാപ്റ്റർ 7:13. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ മനുഷ്യനെ മുഷിപ്പിക്കുന്നുണ്ട്. അത് പോരാഞ്ഞിട്ടാണോ ദൈവത്തെയും കൂടെ മുഷിപ്പിക്കുന്നത്? അപ്പോൾ ദൈവത്തെ മനുഷ്യൻ മുഷിപ്പിക്കുന്നുണ്ട്, മനുഷ്യനെ മുഷിപ്പിക്കുന്നുണ്ട്. ചില മുഷിപ്പൊക്കെ അനുഗ്രഹത്തിന് കാരണമാകും. ചില അസ്വസ്ഥതകൾ, നമുക്ക് നേരെ വരുന്ന അസ്വസ്ഥതകൾ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിനും മുട്ടുമടക്കുന്നതിനും കാരണമാകും. ഒരമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ശൗമേൽ എന്ന പ്രവാചകന് ജന്മം കൊടുക്കുവാൻ കാരണമായി തീർന്ന ആ അമ്മ ഒത്തിരി വേദനിപ്പിച്ചു. ഒരു പെനീന മുഷിപ്പിച്ചുവെന്ന് കാണുന്നുണ്ട് 1-2 പദങ്ങളിൽ. 1 ശമൂവേൽ 1:7-8 വാക്യങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. നൊമ്പരപ്പെടുത്തി. പക്ഷെ തൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഞാൻ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ഇങ്ങനെ പറയാം, നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥരാകുന്ന സാഹചര്യങ്ങളിൽ നാം എന്ത് ചെയ്യണം? ഭാരം വരുന്ന സാഹചര്യത്തിൽ നാം എന്ത് ചെയ്യണം? സങ്കീർത്തനത്തോട് ചേർന്ന് പറയട്ടെ, 1, ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. എന്നോട് ചേർന്നൊന്ന് പറയാമോ? നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. അസ്വസ്ഥതയെന്ന് തോന്നുമ്പോൾ, ക്ഷീണമെന്ന് തോന്നുമ്പോൾ, ഒരു ഭാരമെന്ന് തോന്നുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക, നന്മ ചെയ്യുക. 2, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ലോകം എത്ര മുഷിപ്പിച്ചാലും, ലോകം എത്ര വേദനിപ്പിച്ചാലും, പരാജയപ്പെടുത്തുവാൻ നോക്കിയാലും വിശ്വസ്തതയോടെ ജീവിക്കാമോ? ജീവിതം കൊണ്ടും വിശുദ്ധി കൊണ്ടും ആത്മീയത കൊണ്ടും വിശ്വസ്തതയോടെ ജീവിച്ചാൽ എല്ലാ മുഷിപ്പുകളെയും മാറും. അത് ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും. അങ്ങനെ ജീവിക്കുന്ന ഒരു മാതാപിതാക്കളാണെങ്കിൽ, അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ, അവരുടെ തലമുറകൾ അത് പ്രാക്ടീസ് ആക്കുവാനിടയായിത്തീരും. മറ്റൊരു ചിന്ത, ദൈവത്തിൽ തന്നെ രസിച്ചു കൊള്ളുക, അല്ലെങ്കിൽ ദൈവത്തിൽ തന്നെ സന്തോഷിച്ചു കൊള്ളുക. മുഷിപ്പ് വരും, അസ്വസ്ഥത വരും. ആ സാഹചര്യത്തിൽ ദൈവത്തിൽ തന്നെ സന്തോഷിച്ചു കൊള്ളുക, ദൈവത്തിൽ തന്നെ ആനന്ദിച്ചു കൊള്ളുക. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം തരും. ഒറ്റപ്പദം കൂടെ, നിന്റെ വഴി ദൈവസന്നിധിയിൽ ഭാരമേൽപ്പിക്കുക. മുഷിപ്പ് മാറാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മുഷിപ്പ് മാറുവാനായിട്ട് അതെ അസൂയപ്പെടാതിരിക്കുക, അത് നന്മ ചെയ്യുക, വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ സന്തോഷിച്ചു കൊള്ളുക. നമ്മുടെ വഴിയെ ദൈവസന്നിധിയിൽ ഭാരമേൽപ്പിക്കാം. ജീവിതത്തിൽ ഇന്ന് പകൽ പല പ്രതിസന്ധികളുടെ മധ്യേ ആയിരിക്കുന്നവരുണ്ട്. ശാരീരികവും മാനസികവുമായി അസ്വസ്ഥത അനുഭവിക്കുന്നവരുണ്ട്. ഇന്ന് പകല അസ്വസ്ഥത മാറി. അത് ചിലപ്പോൾ ദുഷ്പ്രവർത്തിക്കാർ നിമിത്തമുണ്ടായ, മറ്റുള്ളവർ നിമിത്തമുണ്ടായ,
നമ്മുടെ സഹപ്രവർത്തകർ നിമിത്തമുണ്ടായ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എവിടുന്നെങ്കിലും വന്നതാകാം. പക്ഷെ ഈ ആരാധനത്തിന് സ്ഥാനമില്ലോ. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, ദൈവത്തിൽ മാത്രം രസിക്കൂ, വിശ്വസ്തത ആദരിക്കൂ, വഴി ദൈവത്തിന്റെ സന്നിധിയിൽ പരമേൽപ്പിക്കൂ, അവനിൽ തന്നെ ആശ്രയിക്കൂ, അവനത് നിവർത്തിച്ചു തരും. ഇന്ന് പകൽ അതുകൊണ്ട് അതിനായിട്ട് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പ്രതിസന്ധികളെ മറന്ന് ദൈവത്തിലൊന്ന് ആശ്രയിപ്പാൻ, ദൈവത്തെ മുറുകെ പിടിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ. അസ്വസ്ഥരായിരിക്കുന്ന മനസ്സുകൾ മുഴുവൻ ബലം പ്രാപിച്ചു മടങ്ങണം. പ്രതീക്ഷിക്കാത്ത സമയത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ടിടയായി തീരുന്നത്. ഇങ്ങനെ ഞാൻ ചേർത്ത് പറയട്ടെ, ഇവിടെ ആദ്യം പാടിയപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പാടി, യേശു നിന്നെ വിളിക്കുന്നു. സ്നേഹമോടെ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലെ കർത്താവ് വിളിക്കുന്നത്. ഞാൻ ഈ ചിന്ത ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരു ചിന്തയാണ് മർക്കോസ് സുവിശേഷം 10-51 വാക്യത്തിൽ, ജീവിതത്തിൽ ഇന്ന് വരെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതിരുന്ന ഒരു മനുഷ്യൻ വഴികേരുന്ന് നിലവിളിക്കുമ്പോൾ യേശു കർത്താവ് വഴി വന്നപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു. അതിങ്ങനെയായിരുന്നു, നിനക്ക് എന്ത് ചെയ്തു തരണം? അപ്പോൾ യേശുവിൻ്റെ ആ ഒരു വാക്ക് സകല മുഷിപ്പുകളെയും മാറ്റും. മുൻപിൽ പ്രതിസന്ധികളുണ്ട്, വേണ്ട നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്, അടുത്ത് നിൽക്കുന്നവരെല്ലാം അരുതേ അരുതേ എന്ന് പറയുന്ന തടയുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ മുഷിപ്പ് മാറ്റുന്നതാണ്. യേശു കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ അസ്വസ്ഥതയെ മാറ്റുന്നതാണ്, പ്രതിസന്ധികളെ മാറ്റുന്നതാണ്. ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം? നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം? ഇന്ന് പകൽ അസ്വസ്ഥത മാറാ, മുഷിപ്പ് മാറാ, യേശു കർത്താവിന്റെ ഒരു വാക്ക് മതി, കർത്താവിന്റെ ഒരു വാക്ക് മതി. അതുകൊണ്ട് നാം ദൈവത്തിലൊന്ന് ആശ്രയിച്ച്, ദൈവത്തിന്റെ കൈക്ക് പിടിച്ച്, വിശ്വസ്തതയിലേക്ക് മടങ്ങി വന്ന്, ദൈവകൃപയിലേക്ക് മടങ്ങി വന്ന് കർത്താവ് ചോദിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം? ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി പോകും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത ഞാൻ പറയാം. മനസ്സ് അസ്വസ്ഥമായി പോയൊരു ദൈവദാസന്റെ ഒരു അനുഭവം കഴിഞ്ഞ മാസം ഇവിടെ എറണാകുളത്ത് നടന്നൊരു മീറ്റിങ്ങിൽ ഒരു പാസ്റ്റർ സതീഷ് കുമാർ പങ്കുവെക്കുന്നത് കേട്ടു. ആ ദൈവദാസന്റെ സഭയിലെ അംഗങ്ങളുടെ എണ്ണങ്ങളെ കുറിച്ച് പറഞ്ഞാൽ 4 ലക്ഷം പേരാണെന്ന് അറിഞ്ഞത്. ലോകത്തിലെ തന്നെ 2ാമത്തെ സഭ. ആ ദൈവത്തിൻ്റെ ദാസൻ ഇങ്ങനെ മനസ്സ് മുഷിമിച്ചു പോയൊരു അല്ലെങ്കിൽ വേദനിച്ചു പോയൊരു സമയത്തെക്കുറിച്ച് ഞാനിങ്ങനെ കേട്ടു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്നേക്ക് 25 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ സഭയിലെ പകുതി ആളുകളെയും കൊണ്ട് വേറൊരാൾ പോയി. തൻ്റെ സഭയിലെ പകുതി ജനത്തെയും കൊണ്ട് വേറൊരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയി, ആടുമോഷണം നടത്തി. തൻ്റെ മനസ്സ് ഭാരപ്പെട്ടു, അസ്വസ്ഥമായി പോയി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എപ്പോഴും പകയാ, എപ്പോഴും കോപമാ, എപ്പോഴും ഒരു വൈരാഗ്യമാണ്. താൻ ദൈവസനെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, സതീഷ്, നിനക്ക് ദേഷ്യമാണോ? നിന്റെ മനസ്സ് അസൂയപ്പെട്ടിരിക്കുകയാണോ? മുഷിഞ്ഞിരിക്കുകയാണോ? എന്തിനാ നീ ഭാരപ്പെടുന്നത്? നീ അവനോട് ക്ഷമിക്കാൻ പറഞ്ഞു. അയ്യോ കർത്താവേ, ഞാൻ ക്ഷമിക്കാനോ? എൻ്റെ സഭയിലെ പകുതി വിശ്വാസിയെ കൊണ്ടുപോയി ഞാൻ ക്ഷമിക്കാനോ? ഇല്ല. നീ ക്ഷമിക്കുക മാത്രമല്ല, നീ ചെയ്യേണ്ടത് ഓരോ മാസവും ഒരു ഗിഫ്റ്റ് കൂടെ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണം. ആരാണോ നിന്റെ സഭയിൽ നിന്ന് ആളുകളെ കൊണ്ട് പോയത്, ആ പാസ്റ്റർക്ക് ഓരോ മാസവും നീ ഒരു ഗിഫ്റ്റ് കൂടെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. കഴിയുമോ ദൈവമക്കളെ? ദൈവസന്നിധിയിൽ തലവണക്കി അദ്ദേഹം പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞത് ചെയ്തു. കഴിഞ്ഞ 25 വർഷമായി തൻ്റെ സഭയിൽ നിന്ന് പകുതി ആളുകളെയും കൊണ്ട് പോയ ആ ദൈവദാസന് മണി ഓർഡറായിട്ട് എല്ലാ മാസവും അയച്ചു കൊടുക്കുന്നു. സംഭവിച്ചത് കേൾക്കണമോ? ഇന്നും ആരാ കൊണ്ടുപോയി? അദ്ദേഹത്തിൻ്റെ സഭയിൽ ഇന്നും 50 പേരുണ്ട്. എന്നാൽ സതീഷ് കുമാർ പാസ്റ്ററിൻ്റെ സഭയിൽ 4 ലക്ഷമായിട്ട് അത് വർദ്ധിക്കുവാനായിട്ടിടയായി തീർന്നു. ഞാൻ വിളിച്ചു പറഞ്ഞു, എന്തിനാണെന്നറിയാമോ? അസൂയ നിമിത്തം, മുഷിപ്പ് നിമിത്തം
ഒരു ഫെലിസ്ത്യ ശക്തി മണ്ണിട്ട് മുഴുവൻ ഇസഹാക്കിന്റെ നന്മയ്ക്ക് നേരെ വന്നാൽ അത് കുറഞ്ഞു പോകുകയല്ലോ. ആ ആണ്ടിൽ വിതയ്ക്കുമ്പോൾ അത് 100 മേനിയായിട്ട് വർദ്ധിക്കുമെങ്കിൽ വിശ്വസ്തയോടെ, നേരോടെ, ആത്മാർത്ഥതയോടെ വഴി ദൈവത്തിൽ പരമേൽപ്പിച്ച, ക്ഷമിച്ചാൽ, മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ, വേദനിപ്പിച്ചവരോട്, മുഷിപ്പിച്ചവരോട്, നമ്പരപ്പെടുത്തിയവരോട് ക്ഷമിക്കാൻ തയ്യാറായോ ദൈവം അവിടെ ഇറങ്ങി വരൂ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരൂ ഈ ആരാധനയിലും. അതുകൊണ്ട് ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് സാധിപ്പിക്കട്ടെ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. വലിയ ആഗ്രഹങ്ങളുള്ളവർ കാണും, ചെറിയ ആഗ്രഹങ്ങളുള്ളവർ കാണും, ഭാരത്തോടെ വന്നവർ കാണും, മനസ്സ് അസ്വസ്ഥമായവർ കാണും. എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. ഒന്ന് ക്ഷമിക്ക്. ഭാരപ്പെടുത്തിയവരോട്, അസൂയപ്പെട്ടവരോട്, അസ്വസ്ഥതപ്പെട്ടവരോട്, ഇല്ല കർത്താവേ ദൈവകരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. മുറിവേൽപ്പിച്ചവര്, ഭാരപ്പെടുത്തിയവര് കാണും. എന്നാൽ അതിന്റെ മധ്യത്തിൽ അനുഗ്രഹിപ്പാൻ ദൈവം മതിയായവൻ. ആരും അസ്വസ്ഥരായി മടങ്ങരുത്. ജീവിതത്തിൽ ക്ഷീണിച്ച് ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഒരു വർധനവിന്റെ അനുഭവം, ഒരു നിറവിന്റെ അനുഭവത്തോടെ ഈ ആരാധനയിൽ മടങ്ങട്ടെ. അതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് പറയാം, യഹോവയിൽ തന്നെ സന്തോഷിച്ചു കൊള്ളുക. രസിച്ചു കൊള്ളുക എന്നുള്ള വാക്കിന്റെ സിമ്പിൾ അർത്ഥം അങ്ങനാണ്. രസിക്കുക എന്ന് പറയുമ്പോൾ വേറെ ആശയമൊക്കെ വരും. യഹോവയിൽ തന്നെ സന്തോഷിച്ചു കൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ, കരമുയർത്തിയത് പറയാം, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നൽകി തരും. ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ദൈവം നിവർത്തിക്കും. മനസ്സിൻ്റെ അസ്വസ്ഥതകളെ കർത്താവ് മാറ്റോ, നൊമ്പരങ്ങളെ നീക്കും. ഈ വാക്കുകളാൽ ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മെ ധൈര്യപ്പെടുത്തുന്നതും നമ്മെ ബലപ്പെടുത്തുന്നതുമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രസക്തിയുണ്ട്. കർത്താവിൻ്റെ ദാസനെ അർപ്പിച്ചു ഞങ്ങളുടെ ശുശ്രൂഷ കാലയളവുകൾ. കുടുംബമായിട്ട് ഞങ്ങൾ 35 വർഷം കഴിഞ്ഞു കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ വടക്കേന്ത്യയിലായിട്ട്. എന്നാൽ എൻ്റെ വചന പഠനത്തോട്, ഉപരിപഠനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വടക്കേന്ത്യയിലായിട്ട് 40 വർഷങ്ങളായി. ആമേൻ. അങ്ങനെ 35 പരം വർഷം കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ കുടുംബമായിട്ട് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ദൈവം അയച്ച ഇടങ്ങളിൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവജനത്തിൻ്റെ നടുവിൽ ശുശ്രൂഷിപ്പാൻ ദൈവം അയച്ച ഇടങ്ങളിലൊക്കെ ആയിരിക്കാനും ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഡൽഹി സ്റ്റേറ്റിനെയും അവിടെയുള്ള പ്രവർത്തനങ്ങളെയും പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ ചിന്തകളിലേക്ക് നമുക്ക് ഇന്ന് പകലിൽ പ്രവേശിക്കാം. സ്വർഗം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കി ഒരു കാര്യങ്ങൾ ഞാൻ പ്രസ്താവിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 5. ബുക്ക് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവത്തിന് പ്രാരംഭമായി മഹത്വം കരയേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവും നമ്മുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെയും ചൊല്ലുന്നു. നാം നമ്മുടെ ചിന്തയ്ക്കായിട്ട് വായിച്ച തിരുവചന ഭാഗം വളരെ കാലിക പ്രസക്തിയുള്ളതും ഇപ്പോഴും ഈ ഭൂതലത്തിൽ ഉയർന്ന ഉത്തരം പലപ്പോഴും പലർക്കും ലഭിക്കാതെയും ഇരിക്കുന്ന ഒരു ചോദ്യമാകുന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്: ഹു ആർ ദൗ ഓ ലോർഡ്? നീ ആരാകുന്നു കർത്താവേ? സൂര്യൻ്റെ പ്രകാശത്തെ വെല്ലുന്ന പ്രഭയുടെ മുൻപിൽ അതിൻ്റെ ആഘാതമേറ്റ് അടിപതറി
നിലം പരിചായി വീണ് ദൈവത്തോട്, യേശുവിനോട് ചോദിക്കുന്ന ഒരു പോരാളിയുടെ ചോദ്യമാണിത്. നമുക്കറിയാം ആ സംഭവം എന്താകുന്നു എന്നുള്ളത്. ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കുവാൻ, മുടിക്കുവാനുള്ള അധികാരപത്രം വാങ്ങിക്കൊണ്ട് അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടെ ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യനെ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശൗൽ എന്ന് ആകുന്നുവെങ്കിലും നമുക്കൊക്കെ ആ പേരിനേക്കാൾ ഏറ്റവും സ്നേഹമുള്ളതും അറിവുള്ളതും ആ വ്യക്തിയെപ്പറ്റി പൗലോസ് ശ്ലീഹ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ വാക്കെടുത്തുകൊണ്ട് പറയട്ടെ, ആ പേരെടുത്തുകൊണ്ട് പറയട്ടെ, ഈ ചോദ്യം മറ്റാരുടെയും ചോദ്യമല്ല, മറിച്ച് പൗലോസ് ശ്ലീഹയുടെ ഒരു ചോദ്യമാകുന്നു. താൻ പൗലോസ് ആകുന്നതിന് മുൻപുള്ള ഒരു ചോദ്യം. ഈ ചോദ്യം ഇതാകുന്നു: നീ ആരാകുന്നു കർത്താവേ? ആ വചനത്തിലേക്ക് മാത്രം ഇന്ന് പകലിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഇതിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. പുതിയൊരു ദൈവത്തിൻ്റെ ദാസനാണല്ലോ, എപ്പോഴാണ് ഇത് അവസാനിപ്പിക്കുന്നതെന്നൊന്നും നിങ്ങളാരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് സമയത്ത് തന്നെ ആശീർവാദം പറഞ്ഞ് നിങ്ങളെ വിട്ടോളാം. സ്തോത്രം. ഇന്ന് പകലിൽ നാം ഈ ചിന്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിന് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ ഇടയാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ സന്നിധിയിൽ നാം വരുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോടുള്ള ഒരടുപ്പം കൂടുവാൻ ഇടയാകണം. കർത്താവിനോടുള്ള അടുപ്പം കൂടണം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, കർത്താവിനോടുള്ള നമ്മുടെ അകലം കുറഞ്ഞു വരേണം. മനസ്സിലാകുന്നു? കർത്താവിനോടുള്ള നമ്മുടെ അകലം ഓരോ ദിവസവും, ദ ഡിസ്റ്റൻസ് ടു ദ ലോർഡ്, ഇറ്റ് ഷുഡ് ഡിക്രീസ് ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനോടുള്ള ആ ദൂരം എപ്പോഴും കുറഞ്ഞു വരുവാൻ ഇടയാകണം. ഈ ചിന്തയുടെ പ്രാരംഭ നിമിഷങ്ങളിൽ 3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ച് ഈ വചനത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. നാം ഈ വചനം ധ്യാനിക്കുന്നത് മുഖാന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് ഇന്ന് പകലിൽ കർത്താവിനോട് പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, that we have to know more clearly our Lord. നമ്മുടെ ക്രിസ്തുവിനെ, നമ്മുടെ കർത്താവിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാനും നിങ്ങളും അറിയണം. രണ്ടാമതായിട്ട്, to follow him so nearly. Amen. യേശുവിനെ കുറച്ചുകൂടെ അടുത്ത് ഒന്ന് പിൻചെല്ലുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കണം. മൂന്നാമത്തെ കാര്യം, ടു ലവ് ഹിം മോർ ഡിയർലി. കുറച്ചുകൂടെ സ്നേഹത്തോടെ, പ്രേമത്തോടെ നമ്മുടെ കർത്താവിനെ ഞാനും നിങ്ങളും സ്നേഹിപ്പാൻ ഇടയാകണം. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞേ, എന്താ പറഞ്ഞേ? അകലം കുറഞ്ഞിട്ട് കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ അടുത്തറിയണം. 2, അവനെ നാം കുറച്ചുകൂടെ അടുത്ത് ഫോളോ ചെയ്യണം. 3, ടു ലവ് ഹിം മോർ ഡിയർലി. ഏറ്റവും പ്രിയമായിട്ട് നമ്മുടെ കർത്താവിനെ നാം സ്നേഹിപ്പാനും ബഹുമാനിപ്പാനും ആദരിപ്പാനും ഇടയാകണം. നമുക്ക് ഏറ്റവും ഉറ്റവരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നാം വളരെ സ്നേഹിക്കും. അവരെ കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമല്ലേ, അല്ലേ? ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അവരെ കാണുന്നതെങ്കിൽ ഓടിച്ചെന്ന് ഹഗ് ചെയ്ത് എന്തുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആകപ്പാടെ അവരെ വീർപ്പുമുട്ടിക്കുന്ന, അല്ലേ? സ്തോത്രം. കാരണം എന്താണ്? നമുക്കെപ്പോഴും അവർ വളരെ പ്രിയപ്പെട്ടവരാ. നമ്മുടെ ചിന്തകളിലും, നമ്മുടെ ഓർമ്മകളിലും, നമ്മുടെ പ്രാർത്ഥനകളിലും ഒക്കെ അവർ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. സ്തോത്രം. ഇന്ന് പകൽ എനിക്കൊരു ചോദ്യമുള്ളത്, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്കാരാണ്? യേശു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരാണ്? ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നു, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ യു ആൻഡ് ക്രൈസ്റ്റ്? നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇവിടെ ഈ ചോദ്യം വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം. ഈ ചോദ്യം ചോദിച്ചത് ഒരു സാധാരണ മനുഷ്യനല്ല, മറിച്ച് ഉന്നത കുലജാതൻ, വിദ്യാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യനല്ല ഈ ചോദ്യം ചോദിച്ചത്. ഉന്നത ബിരുദധാരിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ കാലഘട്ടത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ വിദ്യാഭ്യാസം ലഭിച്ച്
കിട്ടാവുന്നതിലേക്കും ഏറ്റവും മാന്യമായിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിച്ച് ഏറ്റവും നല്ല അധ്യാപകൻ്റെ പാദപീഠത്തിങ്കൽ ഇരുന്ന് ന്യായപ്രമാണം സംബന്ധിച്ചുള്ള സകല കാര്യങ്ങളും പഠിച്ച് ആമേൻ അങ്ങനെ നല്ല അറിവ് പ്രാപിച്ച ഒരു മനുഷ്യൻ, ഒരു ഉന്നത കുലജാതൻ. അവനെപ്പറ്റി പറഞ്ഞാൽ അവൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എബ്രായയിൽ നിന്ന് ജനിച്ച എബ്രായൻ, ആമേൻ, സ്തോത്രം, അങ്ങനെ 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 പോകുകയാണ്, സ്തോത്രം. എന്നാൽ ആമേൻ, താൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? എപ്പോഴാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം എന്താണ്? ദൈവസഭയെ ഉന്മൂലനം ചെയ്യുവാനുള്ള അതിൻ്റെ അതോറിറ്റി, അധികാരപത്രവും കരങ്ങളിൽ വഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കുവാൻ ആമേൻ അതിൻ്റെ സകല ശക്തിയോടും കൂടെ പോകുന്ന ഈ മനുഷ്യൻ്റെ മുൻപിൽ താൻ ആരെ നശിപ്പിക്കുവാൻ, ആരുടെ സമ്പത്തിനെ നശിപ്പിക്കുവാൻ, ആരെ നശിപ്പിക്കുവാൻ, ആരുടെ നാമത്തെ നശിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ചുവോ, ദേ അവനുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ശൗലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. വഴിമധ്യേ അവൻ്റെ ജീവിതത്തിൽ ഈ ഒരു എൻകൗണ്ടർ വരികയാണ്. ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഒരു സാധാരണ സഭായോഗമായി ഇന്ന് പകലിൽ ആശീർവാദം പറഞ്ഞ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ ഇടയാകാതെ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, ലോർഡ്, ഐ നീഡ് ആൻ എൻകൗണ്ടർ വിത്ത് യു ഇൻ ദിസ് മോർണിംഗ്. എനിക്കിന്ന് പകലിൽ അങ്ങയുമായിട്ട് ആമേൻ ആഴമേറിയ ഒരു ബന്ധം സ്ഥാപിക്കണം. അങ്ങേ എനിക്ക് അഭിമുഖമായിട്ടൊന്ന് കാണണം. അങ്ങയുടെ ശബ്ദം എനിക്കൊന്ന് അനുഭവിച്ചറിയണം. അങ്ങേ എനിക്ക് ആഴമായിട്ട് അടുത്ത് ഒന്ന് സ്നേഹിപ്പാൻ ഇടയായി തീരണം. അവിടെ സൂര്യന്റെ പ്രഭയെ വെല്ലുന്ന യേശുവിൻ്റെ വെളിച്ചത്തിൻ്റെ മുൻപിൽ സകലതും അടിയറ പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനോടൊരു ചോദ്യം ചോദിക്കുന്നു: ഹൂ ആർ thou, O Lord? നീ ആരാകുന്നു കർത്താവേ? എന്നെ ചിന്തിപ്പിച്ച ആ പദം ഇതാകുന്നു: ഹൂ ആർ യു, ഓ ലോർഡ്? ആമേൻ. കർത്താവേ എന്നുള്ള പദം, ആമേൻ, കർത്താവേ എന്നുള്ള പദത്തിൻ്റെ മൂലഭാഷയിലേക്ക് വന്നതിൻ്റെ വിവർത്തനങ്ങളിലേക്കും അർത്ഥങ്ങളിലേക്കും പോയാൽ സിമ്പിളായിട്ട് ഒരൊറ്റ അർത്ഥം എടുക്കുവാൻ കഴിയും: എന്നെ തന്നെ പൂർണ്ണമായി കൺട്രോൾ ചെയ്യുന്ന, എൻ്റെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്ന അങ്ങ് ആരാണ്? ഇതുവരെയും എൻ്റെ വിദ്യാഭ്യാസം എന്നെ കൺട്രോൾ ചെയ്തു, എൻ്റെ പക്കലുള്ള അധികാരപത്രം എന്നെ കൺട്രോൾ ചെയ്തു, ഞാൻ ജനിച്ച കുലം എന്നെ കൺട്രോൾ ചെയ്തു, എൻ്റെ സ്നേഹിതരെന്നെ പലപ്പോഴും കൺട്രോൾ ചെയ്തു, സാഹചര്യങ്ങൾ മുഴുവൻ എന്നെ കൺട്രോൾ ചെയ്തു. എന്നാൽ ഇപ്പോഴുള്ള ഈ എൻകൗണ്ടറിൽ, ഈ വെളിച്ചത്തിൽ, സ്തോത്രം, എന്നെ മുറ്റുമായി മാറ്റിയിരിക്കുന്ന, എൻ്റെ മേൽ കംപ്ലീറ്റ് ആയി ഒരു അധികാരം ഏറ്റെടുത്ത ഒരുവനുണ്ട്. അവൻ ചോദിക്കുന്നു: നീ ആരാകുന്നു കർത്താവേ? ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, വാത്സല്യ സഹോദരി സഹോദരന്മാരെ, കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽ എങ്ങനെയായിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളുമൊന്ന് ആത്മാർത്ഥമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ചോദ്യം ആമേൻ ഇവിടെ മാത്രം തുടങ്ങിയ ചോദ്യമല്ല, മറിച്ച് സ്തോത്രം, യേശുവിനോട് കൂടെ ഇരിക്കുവാൻ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടതിന്, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിപ്പാൻ, അതിനെ പ്രസ്താവിക്കുവാൻ ഒക്കെയായിട്ട് തന്നോട് കൂടെ ഇരിപ്പാനായി തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർ ഒരിക്കൽ ഈ ചോദ്യം ചോദിക്കുവാനിടയായി. ആ ചോദ്യം മറ്റൊന്നുമല്ല: കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു, ഇവനാര്? കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു, ഇവൻ ആരെന്ന് ചോദിച്ചത് പരീക്ഷവൃന്ദത്തിലെ ഒരു കൂട്ടം ജനമല്ല, ഒരു സാധാരണ ഒരു കൂട്ടം ജനമല്ല ചോദിച്ചിരിക്കുന്നത്, മറിച്ച് ക്രിസ്തുവിനോടുകൂടെ എപ്പോഴും ഇരിക്കുവാൻ, അവൻ്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിപ്പാൻ, അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ കണ്ടതിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് മറ്റുള്ളവരോട് പ്രസ്താവിക്കുവാൻ, തന്നോട് കൂടെ എപ്പോഴും ഇരിപ്പാനായി യേശു തിരഞ്ഞെടുത്തതായിരിക്കുന്ന ശിഷ്യന്മാർ ഇവർ അന്യോന്യം ചോദിക്കുന്ന ഒരു ചോദ്യം മറ്റൊന്നുമല്ല: ആമേൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു, ഇവനാര്? നമുക്കറിയാം ആ പശ്ചാത്തലം. വരുവീൻ നമുക്കരയ്ക്ക് പോകാം എന്ന് കർത്താവ് പറഞ്ഞ് ശിഷ്യവൃന്ദത്തെ കൂട്ടി ഒരുമിച്ച് പടകിൽ യാത്ര ചെയ്തു പോകുന്നു. കാറ്റും കടലും ഇളകി, പെരുങ്കാറ്റുകൾ വന്നു, വലിയ കോളിളക്കമുണ്ടായി, പടകിൽ ശക്തിയോടെ ആഞ്ഞടിച്ചു. മുൻപോട്ട് യാത്ര ചെയ്യുവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അവർ യേശുവിനെ ഉണർത്തി, യജമാനെ ഉണർത്തി. കർത്താവ് ചോദിക്കുന്നു: നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്, അല്പവിശ്വാസികളാകുവാൻ എന്ത് എന്നൊക്കെ ചോദിച്ചതിന് ശേഷം നേരെ കാറ്റിനോട് പറയുന്നു: കാറ്റേ അടങ്ങുക, കടലേ ശാന്തമായി തീരുക. ഈ സംഭവം കണ്ടുകൊണ്ട് ആമേൻ, സ്തോത്രം, ശിഷ്യന്മാർ തമ്മിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഹു ഈസ് ഹീ?
ഇവൻ ആരാണ്? സ്തോത്രം. ഇവൻ ആരാണ് എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയാത്തവരാണോ ഇവർ? കൂടെ നടന്നതല്ലേ? കുറച്ച് നാളുകളായി യേശുവിൻ്റെ കൂടെ നടക്കുകയാ. ഇന്ന് പകലൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. എത്ര നാളായി യേശുവിനെ അറിയുവാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി യേശുവിനെ ആത്മാവിൽ ആരാധിക്കുവാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയിട്ട്? ഇന്ന് പകൽ ഈ ഒരു ചോദ്യത്തിന് നിന്റെ ഉള്ളിൽ പ്രസക്തിയുണ്ടോ? എൻ്റെ ഉള്ളിൽ പ്രസക്തിയുണ്ടോ? What is the relation between you and Christ? ഇന്ന് പകലിൽ ക്രിസ്തുവും ഞാനും നീയുമായിട്ടുള്ള ബന്ധം എന്താകുന്നു? ഇവർ ചോദിക്കുന്നു, ആമേൻ, കാറ്റും കടലും കൂടെ അനുസരിക്കുന്ന ഇവൻ ആര്? പക്ഷെങ്കിൽ കർത്താവ് ആ ചോദ്യം മനസ്സിലാക്കി. പക്ഷെങ്കിൽ അവിടെ പ്രതികരിച്ചതായിട്ട് നാം കാണുന്നില്ല. അതിൻ്റെ അർത്ഥം പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരുവനെയല്ല ഞാൻ നിങ്ങളും ആരാധിക്കുന്നത് എന്നല്ല. സ്തോത്രം. തീർച്ചയായും പ്രതികരിക്കും. എന്നാൽ ആമേൻ, കർത്താവ് ഇവരുടെ ചിന്തകളെ, ഇവരുടെ അന്തർഗതങ്ങളെ ഒക്കെ ഗ്രഹിച്ച് മനസ്സിലാക്കി തൻ്റെ ഉള്ളിൽ ഒതുക്കി. 103-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയല്ലേ നാം വായിക്കുന്നത്? For he knoweth our frame and he remembers that we are dust. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. നമ്മുടെ പ്രകൃതം അറിയുന്ന ഒരു കർത്താവ്, the Lord knows our nature. നമ്മുടെ പ്രകൃതം അറിയുന്ന, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിചാരങ്ങളെ, ഈ സന്ദേശം നിങ്ങളുടെ കർണപുടങ്ങളിൽ കൂടെ കയറി ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വചനത്തോടുള്ള നിങ്ങളുടെ പ്രസക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്ത എന്തെന്ന് ഗ്രഹിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകൽ ഇവിടങ്ങി വന്നിട്ടുണ്ട്. അത് ഗ്രഹിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. യേശു ആരെന്നുള്ള ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ആമേൻ ഉടനടി മറുപടി കൊടുക്കാതെ കർത്താവ് ഉള്ളത്തിൽ കരുതി. ഇന്ന് പകലിൽ നമ്മുടെ പ്രകൃതം അറിയുന്ന ഒരു കർത്താവ്. സ്തോത്രം. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവ് ഇവരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഫിലിപ്പിൻ്റെ കൈസരിയിലൂടെ യാത്ര ചെയ്ത് യേശുവും ശിഷ്യന്മാരുമായി യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് ഇവരോടൊരു ചോദ്യം ചോദിക്കുന്നു. ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നമുക്കൊക്കെ മറുപടി പറയുവാൻ എളുപ്പമുള്ള ഒരു ചോദ്യമാണതല്ലേ? പുത്തൂരിലെ ദൈവമക്കളെ പറ്റി എനിക്കറിയുകയില്ല. നോർത്ത് ഇന്ത്യയിലെ ദൈവമക്കളോട് ഈ കാര്യം ചോദിച്ചാൽ അവർ നന്നായിട്ടൊരു അസൈൻമെൻറ്റ് തയ്യാറാക്കി തരും യേശുവിനെ പറ്റിയുള്ളത്. സ്തോത്രം. മറ്റുള്ളവർ പറയുന്നത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. യേശു അവൻ ചോദിക്കുകയാണ്, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അതിനൊത്തിരി മറുപടി അവിടെ വരികയാണ്. അതിൽ പ്രസക്തമായിട്ടുള്ളത്, ചിലർ പറയുന്നു അങ്ങ് ഏലിയാവാകുന്നു, ചിലർ പറയുന്നു അങ്ങ് ശ്രേഷ്ഠനായ മനുഷ്യനാകുന്നു. ഇങ്ങനെ ഒത്തിരി മറുപടികൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആമേൻ മുഖസ്തുതികൾ കേട്ടുകൊണ്ട് ആമേൻ ഇളകി മറിയുന്ന ഒരു യജമാനനെ അല്ല നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. മറിച്ച് ആ ചോദ്യം നേരെ ശിഷ്യന്മാരോട് തിരിഞ്ഞുകൊണ്ട് കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? ഇന്ന് പകലിൽ ഈ പുൾപിറ്റിൽ നിന്നുകൊണ്ട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? കൊട്ടാരക്കരയിലെ ജനം എന്തും പറയട്ടെ, കൊല്ലത്തെ ജനം എന്തും പറയട്ടെ, ഈ ചർച്ചിന്റെ ചുറ്റുവട്ടത്തിലുള്ളവർ എന്തും പറയട്ടെ, മറിച്ച് ഈ ആലയത്തിന്റെ അകത്തിന്ന് പകലിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നിങ്ങൾക്ക് എന്തു മറുപടിയാണ് ഇന്ന് പകലിൽ കൊടുക്കുവാനുള്ളത്? ഒത്തിരി ചോദ്യങ്ങൾ, മറുപടികൾ യേശുവിൻ്റെ മുൻപിൽ വന്നെങ്കിലും അതിലൊന്നും സന്തോഷവാനാകാതെ തൃപ്തി പ്രാപിക്കാതെ കർത്താവ് തിരിഞ്ഞു ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പത്രോസ് മറുപടി കൊടുക്കുകയാണ്. സ്തോത്രം. ആമേൻ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ദിസ് ഈസ് ദ ട്രൂ റെവലേഷൻ. ഇതാണ് യഥാർത്ഥമായ വെളിപ്പാടെന്ന് പറയുന്നത്. ക്രിസ്തു ആരെന്നുള്ള മറുപടി ഇന്ന് പകലിൽ ചോദിച്ചാൽ പലരും പറയും അപ്പം നുറുക്കി തരുന്നവനായിട്ട് പറയും, ചിലർ പറയും പനി മാറ്റി തരുന്നവനായിട്ട്, ചിലർ പറയും വീട് വെച്ച് തരുന്നവനായിട്ട്, ചിലർ പറയും ജോലി തരുന്നവനായിട്ട്, ചിലർ പറയും മക്കളുടെ വിവാഹം നടത്തി തരുന്നവനായിട്ട്. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓൾ ദീസ് ഗുഡ്നസ് ആർ സെക്കൻഡറി. ഇവയെല്ലാം രണ്ടാം ഘടകത്തിൽ പെടുന്നത്. ഇന്ന് പകലിൽ യേശു ആരെന്നുള്ള വ്യക്തമായ വെളിപ്പാട് പുത്തൂരിലെ ദൈവമക്കൾ, ദൈവസഭ വ്യക്തമായി മനസ്സിലാക്കി ആ കാഴ്ചപ്പാടോടെ കർത്താവിനെ ആഴമായി സ്നേഹിച്ച് ആമേൻ ക്രിസ്തുവുമായുള്ള ആഴമേറിയ ബന്ധം സ്ഥാപിച്ച് അകലം കുറഞ്ഞ് അവനെ വ്യക്തമായി മനസ്സിലാക്കി ക്രിസ്തീയ ജീവിതം നയിപ്പാനിടയായി തീരട്ടെ. കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, ഞാൻ തന്നെ വഴിയും സത്യവും
ജീവനുമാകുന്നു. ഐ ആം ദ വേ ആൻഡ് ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ആമേൻ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സ്തോത്രം. ഇന്ന് പകലിൽ ഈ ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ചോദ്യം ഇതാകുന്നു, നീ ആരാകുന്നു കർത്താവേ? ആ ചോദ്യം ഒന്ന് ചോദിച്ചേ. നമ്മുടെ ഉള്ളിലും കർത്താവിനോടൊന്ന് ചോദിച്ചേ. കുഴപ്പമൊന്നുമില്ല, കർത്താവ് പ്രതികരിക്കും. ആമേൻ. ഉള്ളിലൊന്ന് ചോദിച്ചേ. എത്ര പേര് ചോദിച്ചേ? എനിക്ക് കരമൊന്ന് കാണണം. കരമില്ലേ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നീ ആരാകുന്നു കർത്താവേ? ആ ചോദ്യത്തിന് തീർച്ചയായും നിങ്ങളുടെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവും മറുപടി തന്നിട്ടുണ്ട്. വ്യക്തമായ ഒത്തിരി ഉത്തരങ്ങൾ നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് കൊടുക്കുവാൻ കഴിയും. ഈ ഉത്തരമെന്ന് പറയുന്നത് കേട്ടറിവല്ല, എവിടെയോ വായിച്ചറിഞ്ഞ അറിവല്ല, ആമേൻ, ആരൊക്കെയോ പറഞ്ഞു കേട്ട ചിലതല്ല, മറിച്ച് ഇന്ന് പകലിൽ യേശു ആരെന്നുള്ള അനുഭവത്തിൽ നിന്ന് ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ ദൈവമക്കളെ, ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളും ക്രിസ്തുവിനെ അനുഭവിച്ച് അറിഞ്ഞു വരുംതോറും നമുക്ക് അവനോടുള്ളതായിരിക്കുന്ന അകലത്തെ കുറഞ്ഞു വരും. നമുക്കറിയാം, ക്രിസ്തുവിനെ പിൻപറ്റിയ ഒത്തിരി പേരുണ്ടായിരുന്നല്ലേ? തൻ്റെ പബ്ലിക് മിനിസ്ട്രിയിൽ, പരസ്യ ശുശ്രൂഷയിൽ ധാരാളം പേരുണ്ടായിരുന്നു. അവിടെ കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം വീതിച്ചു കൊടുത്ത് ഭക്ഷിച്ചതായിരിക്കുന്ന അവസരത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ആമേൻ, 5000-ൻ്റെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊരു മിനിമം റേഞ്ചായിട്ട് നമ്മൾ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അവിടെ തുടങ്ങി താഴോട്ട് വരികയാണ് അല്ലേ? 5000 കഴിഞ്ഞ് 500 കഴിഞ്ഞു. ആമേൻ, സ്തോത്രം. ഒരു 12 വരുന്നുണ്ട്. സ്തോത്രം. ആമേൻ. പിന്നെ ഒരു 3 പേര് വരുന്നുണ്ട് അല്ലേ? ഒരു 3 പേര് വരുന്നുണ്ട്. ആ 3 പേരുടെ അനുഭവം വന്നപ്പോഴേക്കും ആമേൻ, യേശു കർത്താവ് ക്രൂശിനോടടുത്തു കഴിഞ്ഞു. തൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയുള്ള ആ പൂർത്തീകരണത്തിലേക്ക് കർത്താവ് അടുത്തുകൊണ്ടേയിരിക്കുക. 3 പേർ അവിടെ നിന്ന് വീണ്ടും ആമേൻ, സ്തോത്രം, കർത്താവിൻ്റെ റിയലായിട്ടുള്ള നിർവഹണത്തിന് വേണ്ടി, കൃത്യനിർവഹണത്തിന് വേണ്ടി കാൽവറി കയറുന്ന അവസരത്തിൽ നിങ്ങൾ നോക്കിക്കേ, തനേകനായി ക്രൂശ് കയറുവാനിടയായി, തനേകനായി ക്രൂശ് ചുമക്കുവാനിടയായി. ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ആമേൻ, ഞാൻ നിങ്ങളും കർത്താവിനോട് അടുക്കും തോറും ഞാൻ നിങ്ങളും ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിച്ച് വരുംതോറും സുഹൃത്തു വലയങ്ങളുടെ വലിപ്പം ചുരുങ്ങി വരും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? സുഹൃത്ത് വലയങ്ങളുടെ വലിപ്പം ചുരുങ്ങി വരും. ഞാൻ നിങ്ങളും എന്നിലും നിങ്ങളിലും ക്രിസ്തു വളരുന്നു എന്നതിൻ്റെ വ്യക്തമായ വെളിപ്പാടാണ്. നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ ചുരുങ്ങും, ക്രിസ്തു നമ്മിൽ വളർച്ച പ്രാപിപ്പാനിടയാകും. അതാ പൗലോസ് പറയുന്നത്, ഞാനോ കുറയണം, അവൻ എന്നിൽ വളരുവാനിടയാകണം. പൗലോസേ, നീ വെറുതെ പറഞ്ഞതാണോ ഈ ചോദ്യം, ഈ ഉത്തരം? അല്ല. പൗലോസ് പറയും, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കർത്താവുമായിട്ടുള്ള ബന്ധം ഞാൻ തുടങ്ങി. എൻ്റെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ക്രിസ്തുവിനോടുള്ള ചോദ്യം ഇതായിരുന്നു, നീ ആരാകുന്നു കർത്താവേ? ഞാൻ അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്തു കൊള്ളട്ടെ. കർത്താവ് ആരാണ്? ഒന്നാമത്തെ മറുപടി ഇങ്ങനെ ഉത്തരം പറയുന്നു. ആമേൻ, സ്തോത്രം. ഹി ഈസ് യുണീക്ക് ഇൻ ഗിവിംഗ് ദി ആൻസർ. ഉത്തരം നൽകുന്നതിൽ യുണീക്ക്, നിസ്തുല്യനായ ഒരുവനാണ് യേശു കർത്താവ്. സ്തോത്രം. അതിൻ്റെ അർത്ഥം എന്താണ്? ഒട്ടനവധി ചോദ്യങ്ങൾ നമുക്ക് കാണുമല്ലേ? കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്, മാതാപിതാക്കന്മാരോട് ചോദിച്ചാൽ അവർക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്, കർത്താവിൻ്റെ ദാസന്മാരോട് ചോദിച്ചാൽ അവർക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ആമേൻ. ഇന്ന് പകലിൽ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം ഒരു മനുഷ്യനിലും നമുക്ക് ലഭിച്ചിട്ടില്ല. ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം പോലും ഇന്നുവരെയും പലപ്പോഴും ലഭിച്ചിട്ടില്ല. ആമേൻ. 100% ക്ലിയർ എന്ന് നമുക്ക് തോന്നിയാലും അത് 99.9-ൽ വന്ന് നിൽക്കത്തേ ഉള്ളൂ. 0.1% എത്ര എന്ന് പറഞ്ഞാലും അവിടെ ഒരു ക്ലാരിറ്റിക്ക് കുറവുണ്ട്. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, കുഞ്ഞേ, യേശു നിനക്കാരാണെന്നറിയാമോ? നീ ചോദിക്കുന്ന സകല ചോദ്യങ്ങൾക്കും വ്യക്തമായ നിലയിൽ, നിസ്തുല്യമായ നിലയിൽ ഉത്തരം തരുവാൻ കഴിവുള്ള ഒരു ദൈവം. ആർക്കും ഉത്തരം തരുവാൻ കഴിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ ഇന്ന് പകലിൽ നിനക്ക് ആരാധിപ്പാനിടയായി തീർന്നുവെങ്കിൽ, അവനെ പിൻപറ്റുവാനിടയായെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ നിങ്ങളും എത്ര ധന്യരാ. കരമുയർത്തി
ഉയർത്തിയ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? ഒട്ടനവധി ചോദ്യങ്ങൾ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ ആമേൻ ലോകത്തിലുള്ള വിദ്യാസമ്പന്നർക്ക് മറുപടി തരുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ അപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യവുമായി മുഴങ്കാലിന്മേൽ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവം നിന്റെ ഹൃദയാന്തർഭാഗങ്ങളിൽ നിന്റെ കർണപുടങ്ങളിലൂടെ ഇടപെട്ട ഒരു ചോദ്യമുണ്ട്. കർത്താവിൻ്റെ ദാസൻ ഇന്ന് പകലിലെ പ്രബോധനത്തിൽ ആ ഒരു ഭാഗം ഇടപെടുവാനിടയായി. വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം? ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം? സ്തോത്രം. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഒട്ടനവധി ചോദ്യം, മറുപടി ലഭിക്കാത്ത, ഉത്തരം ലഭിക്കാത്ത ഒത്തിരി ചോദ്യവുമായിട്ട് ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നുവെങ്കിൽ ആമേൻ, ഒരുവൻ മറുപടി തരുവാൻ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവനോടാണ് ചോദിക്കുന്നത്, നീ ആരാകുന്നു കർത്താവേ? കഴിയാത്ത, ലോകത്തിനും മറുപടി തരുവാൻ കഴിയാത്ത സകല പ്രശ്നങ്ങൾക്കും സകല ചോദ്യങ്ങൾക്കും ഉത്തരം തരുവാൻ കഴിവുള്ള ഒരു ദൈവമാകുന്നു ഞാനും നീയും ആരാധിക്കുന്ന ദൈവം. And when you and me are looking into his face, our face won't be ashamed. എന്റെയും നിങ്ങളുടെയും മുഖം അവങ്കലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കുന്ന ഒരുവനെ അല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അനുഭവമല്ലേ ദൈവമക്കളെ? Praise God. ഉത്തരം തരുന്നതിൽ അവൻ ആരാണ്? നിസ്തുല്യൻ. സമയത്തിൻ്റെ പരിമിതി ഞാൻ മനസ്സിലാക്കി ഞാൻ വേഗത്തിൽ ഓടിപ്പോകട്ടെ. സ്തോത്രം. രണ്ടാമത്, നീ ആരാകുന്നു കർത്താവേ എന്ന ചോദ്യത്തിന് തിരുവെഴുത്ത് എന്ത് മറുപടിയാണ് തരുന്നതെന്നറിയാമോ? ഹീ ഈസ് യുണീക്ക് ഇൻ സോൾവിങ് യുവർ പ്രോബ്ലംസ്. നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവൻ ആരാണ്? നിസ്തുല്യനാണ്. സ്തോത്രം. ഒന്ന്, നിനക്കുത്തരം തരുവാൻ അവൻ നിസ്തുല്യനാണ്. രണ്ട്, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാൻ അവൻ നിസ്തുല്യനാണ്. രണ്ട്, നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവനെ പോലെ നിസ്തുല്യനായ വേറെ ഒരുവനുമില്ല. സ്തോത്രം. ആമേൻ. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ടയേർഡായില്ലേ? പരിഹരിക്കാൻ നോക്കി ആകപ്പാടെ ഒരു വല്ലാത്ത പരുവമായില്ലേ? പരിഹരിക്കാൻ നോക്കി നമ്മൾ ടയേർഡായില്ലേ? ബലമില്ലാതെയായില്ലേ? മുഴുവൻ ശരീരത്തിലെ ബലവും ശോഷിച്ചു പോയില്ലേ? അത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട്, സാഹചര്യങ്ങൾ കണ്ട്, ആമേൻ സ്തോത്രം, പലർക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, ആമേൻ ഒട്ടനവധി പ്രതിസന്ധികൾ, ആമേൻ അതൊരു പക്ഷെങ്കിൽ രോഗമാകാം, പരിഹാസങ്ങളാകാം. സ്തോത്രം. ആമേൻ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ. ദേ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിലും ഇതേ അനുഭവങ്ങൾ വന്നു. ശിഷ്യന്മാർക്ക് പരിഹരിക്കുവാൻ വയ്യാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സ്തോത്രം. ആമേൻ. നമ്മൾ അതിൽ ഒന്നാണ് സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു സംഭവം. അതെന്താണെന്നറിയാമോ? 5 loaves and 2 fishes. 5 അപ്പവും 2 മീനും. സ്തോത്രം. അപ്പം നിങ്ങൾ വിചാരിക്കും ഡൽഹിയിൽ നിന്നൊരു ഉപദേശി വന്നു, ഇന്ന് പുൾപിറ്റിൽ നിന്ന് 5 അപ്പവും 2 മീനും വിളമ്പുകയാണെന്നില്ലേ? ഈ മെസ്സേജിനുള്ള ബന്ധത്തിൽ ഞാനതൊന്ന് കണക്ട് ചെയ്തെന്നേ ഉള്ളൂ. നോക്കിക്കേ, ഇവർക്ക് പരിഹരിക്കാൻ വയ്യാത്ത ഒരു വിഷയം. അവിടെ പ്രശ്നം എന്താണ്? കർത്താവിൻ്റെ കയ്യിൽ ഞങ്ങളെപ്പോലെ ഇന്നലെ ഞങ്ങളൊരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോയി അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം ഓഡിയൻസിൽ നിന്ന് കേട്ട ഒരു കമൻ്റ് ഇങ്ങനെയായിരുന്നു എന്ന് പിന്നീട് ഞാൻ അറിയുവാനിടയായി. ഇവരുടെ കൈ, അവർ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇവരുടെ കൈ, അത് വേറെയാകട്ടോ, ഞാനത് ഇവരുടെ നാക്കിയതാ. ഇവരുടെ കയ്യിൽ മൈക്ക് കിട്ടിയാൽ പിന്നെ രാവിലെ 8 മണിക്ക് കിട്ടിയാൽ വൈകിട്ട് 5 മണി വരെ വേണേലും ഇവർ പ്രസംഗിച്ചുകൊണ്ട് വന്നോളൂ എന്ന്. മനസ്സിലായോ? മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ 5 മണി തൊട്ട് 8 മണി തൊട്ട് 5 മണി വരെയും ഇവരിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നമ്മളെപ്പറ്റി ഈ ലോകത്തിനുള്ള ഒരു ചിന്തയാത്. അതെന്തോ എങ്ങനെയും ആയിക്കൊള്ളട്ടെ, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഇവർക്കൊരു പ്രശ്നം. കർത്താവ് ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കർത്താവും പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. നേരം ഏകദേശം സന്ധ്യയാകാറായി. നമ്മുടെ 12:30 തീരുമല്ലോ, പക്ഷേ ഇത് ഏകദേശം സന്ധ്യയാകാറായി. എന്താ, ഈ ജനത്തെയൊക്കെ കർത്താവിൻ്റെ പ്രസംഗം പുൾപിറ്റ് ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് കർത്താവ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആമേൻ സ്തോത്രം, കർത്താവിനോട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതായിരിക്കുന്ന ശിഷ്യന്മാരിൽ ചിലർ ഈ ജനത്തെയൊക്കെ ഒന്ന് നോക്കി. നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഈ ജനത്തെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവരാകപ്പാടെ എന്തായി? തളർന്ന്
അവശരായി ക്ഷീണിതരായിട്ടിരിക്കുന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഗുരു, നേരം സന്ധ്യയായി, ഈ ജനം വല്ലാതെ തളർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവരെ ഭക്ഷിക്കേണ്ടതിന്, ആഹാരം കൊള്ളേണ്ടതിന് അവരുടെ ഊരുകളിലേക്ക് പറഞ്ഞയക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വേഗം യോഗത്തിന് ആശീർവാദം പറയണമെന്നാണ് പറഞ്ഞത് കർത്താവിനോട്. ആമേൻ. കർത്താവ് ഇവരോട് പറഞ്ഞു, യു ഫീഡ് ദം, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. മനസ്സിലായോ? ചില സമയത്ത് ഓൺ ദ സ്പോട്ടിൽ കർത്താവ് പ്രതികരിക്കും, ചിലപ്പം മറുപടി പറയാതെ ഇരിക്കും. ചിലർക്കൊരു സംശയമുണ്ട്, കർത്താവ് എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കേൾക്കാത്തതല്ല, ചിലതിന് ഡിലേയ്ഡ് ആൻസർ ഉണ്ട് കേട്ടോ. ചില പ്രാർത്ഥനയ്ക്ക് ഡിലേയ്ഡ് ആൻസർ ഉണ്ട്. ഉദാഹരണം പറയാം, ഏലിയാവ് ഒരിക്കൽ പ്രാർത്ഥിച്ചില്ലേ? ആമേൻ. ആ പ്രാർത്ഥിച്ച അവസരത്തിൽ തന്നെ എന്ത് ചെയ്തു? തീ ഇറങ്ങി മറുപടി കൊടുത്തു. ഇതേ ഏലിയാവ് ഇതേ അനുഭവത്തോടുകൂടെ, ഇതേ ചിന്തയോടുകൂടെ, ആമേൻ, ജൂനിപ്പർ ട്രീയുടെ അടിയിൽ കിടന്ന് ആമേൻ, സ്തോത്രം, ആ വൃക്ഷത്തിൻ്റെ കീഴിൽ കിടന്നുകൊണ്ട് അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ലോർഡ്, ഇറ്റ് ഈസ് ഇനഫ് ആൻഡ് ടേക്ക് മൈ ലൈഫ്. ആമേൻ, എൻ്റെ ജീവനെ അങ്ങ് എടുത്തുകൊള്ളണം, മതി കർത്താവേ. പക്ഷേ ആ പ്രാർത്ഥന ഓൺ ദ സ്പോട്ടിൽ കിട്ടിയോ? മറുപടി കിട്ടിയോ? ഇല്ല. അവിടെ കിട്ടിയിരുന്നുവെങ്കിൽ വേറൊരു ഏലീശയെ അഭിഷേകം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നടക്കുകയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലതിന് ഓൺ ദ സ്പോട്ടിൽ മറുപടി കിട്ടി, ചിലതിന് ഡിലേ ആകുന്നുണ്ടായിരിക്കാം. അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ചിലർ കൂടെ നിങ്ങൾ മുഖാന്തരം കർത്താവിലേക്ക് വരുവാനായിട്ടുണ്ട്. നിങ്ങൾ മുഖാന്തരം ചിലർ കൂടെ ക്രിസ്തുവിനെ അറിയേണ്ടതായിട്ടുണ്ട്. ചിലർ കൂടെ നിങ്ങൾ മുഖാന്തരം അവരുടെ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള അകലം കുറഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. ഇന്ന് പകലൊന്ന് പ്രാർത്ഥിച്ചേ, അപ്പാ എന്നെ അതിനായിട്ടൊന്ന് ഉപയോഗിക്കണമേ. സ്തോത്രം. ഇവർ പറഞ്ഞു, ആമേൻ, നേരം സന്ധ്യയായി, ജനത്തെ പറഞ്ഞു വിടണം. യേശു കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. സംഭവം ഞാൻ ചുരുക്കി പറയട്ടെ. അവർ പറഞ്ഞു, നിർജ്ജന പ്രദേശം, ഒന്നും നടക്കത്തില്ല, അല്ലേ? ഒന്നുമില്ല. കയ്യിൽ പൈസയുണ്ടെങ്കിലും പോയി വാങ്ങിക്കാൻ, ഒരു ബർഗർ കഴിക്കാൻ, ഒരു പെപ്സി വാങ്ങിച്ചു കുടിക്കാൻ അവിടെ യാതൊരു ഫെസിലിറ്റിയും ഇല്ല. അതുകൊണ്ട് വീടുകളിലേക്ക് വേഗം പറഞ്ഞു വിടണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ ജനത്തിന് ഭക്ഷിപ്പാൻ കൊടുക്കണം. കൊണ്ടുവന്ന് തിരഞ്ഞുപിടിച്ച് 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു. അതൊരു വലിയ പ്രവൃത്തി ചെയ്തതായിട്ടാണ് ഞാൻ പലപ്പോഴും അത് ചിന്തിക്കുമ്പോൾ അതിനെ ഞാൻ കാണുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് എന്താ? ഈ ജനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? പന്തിയായിട്ടിരുത്തണം, പന്തിയായിട്ടിരിക്കണം. മനസ്സിലായോ? ആരാധനയ്ക്ക് ക്രമമുണ്ട്, എല്ലാമുണ്ട്. ആത്മീയ ജീവിതത്തിനൊരു എന്താ, ആമേൻ, സ്തോത്രം, ഡിസിപ്ലിനുണ്ട്, ഇതെല്ലാമുണ്ട്. ജനത്തെ പന്തിയായിട്ടിരുത്തി. കാരണം കർത്താവിനറിയാം, ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കേവലം 5 അപ്പമായിട്ടിരിക്കത്തില്ല, കേവലം 2 മീനായിട്ടിരിക്കത്തില്ല. ഒരു അപ്പത്തിൻ്റെ കൂമ്പാരം അവിടെ ഉയരും, മത്സ്യത്തിൻ്റെ ഒരു കൂമ്പാരം അവിടെ ഉയരും. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നീ ആരാധിക്കുന്ന ദൈവമാര്, നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം തരുവാൻ ഇന്ന് പകലിൽ ഞാൻ ഒന്നുകൂടെ ഇറങ്ങി പറയട്ടെ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം നമ്മളെ നമ്മുടെ പരിമിതി കൂടാതെ അനുഗ്രഹിപ്പാൻ വിശ്വസ്തനായ ഒരു ദൈവം. സ്തോത്രം. പരിമിതികളെ അതിജീവിച്ചുകൊണ്ട്, പരിമിതി കൂടാതെ ആമേൻ അനുഗ്രഹിപ്പാൻ, ഉയർത്തുവാൻ, ശക്തീകരിപ്പാൻ പ്രാപ്തനായ ഒരു ദൈവം, ഉത്തരം നൽകുവാൻ കഴിവുള്ള ഒരു ദൈവം. ആമേൻ. ഇവരുടെ വലിയ പ്രശ്നമായിരുന്നു വിശപ്പ്. പക്ഷെങ്കിൽ ആ വിശപ്പിനെ ദൈവം പരിഹരിച്ചു കൊടുക്കുകയാണ്. സ്തോത്രം. മരുഭൂമിയിൽ വഴിയൊരുക്കുന്ന ഒരു ദൈവം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചിലരോട് ഈ വചനത്തിലൂടെ ദൂത് കൈമാറുന്നു. There is a God who makes a way in the wilderness. ആമേൻ. മരുഭൂമിയിൽ വഴിയൊരുക്കുന്ന ഒരു ദൈവം. അവൻ അരുളി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അവൻ കൽപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സ്ഥാപിതമാകും. ഇന്ന് പകലിൽ എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയുന്നു? മരുഭൂമിയിൽ ഒരു വഴിയൊരുക്കുന്ന ദൈവം. You will see neither wind nor rain. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. നിങ്ങൾ വെട്ടിയിരിക്കുന്ന കുഴികളിൽ വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ ശക്തനായവന്റെ പേരാണ് യേശു. ഇന്ന് പകലിൽ എത്ര പേർക്ക് അവനെ സ്തുതിക്കുവാൻ കഴിയും? പ്രൈസ് ഗോഡ്.
കഴിഞ്ഞകാല അനുഭവങ്ങൾ നിന്നെ മടുപ്പിക്കുന്നതായിരിക്കാം. കർത്താവിൻ്റെ ദാസൻ സങ്കീർത്തനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ കർത്താവിന് മഹത്വം കരേറ്റി. കാരണം എൻ്റെ മെസ്സേജുമായിട്ട് ചില ഭാഗങ്ങൾ കണക്ട് ചെയ്തിരുന്നു. ചില മടുപ്പുകൾ വന്നെന്നിരിക്കാം. ചിന്താഗതികൾ നിനക്ക് വിശ്വസിക്കുവാൻ, ആഴമേറിയ ചിന്തകളിലേക്ക്, വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാത്ത മടുപ്പിൻ്റെ അനുഭവങ്ങൾ പിൽക്കാലങ്ങളിൽ വന്നെന്നിരിക്കാം. അനുഭവങ്ങൾ. എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, കുഞ്ഞേ, യു വിൽ സീ നീദർ വിൻഡ് nor rain. നീ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. ആമേൻ. ഇന്ന് പകലിൽ are you ready to make the ditches in the valley where you are standing? നീ നിൽക്കുന്ന ഇടത്ത് താഴ്വരയിൽ കുഴികൾ കുഴിക്കുവാൻ നിനക്ക് തയ്യാറാണോ? ഇന്ന് പകലിൽ നിന്റെ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം തരുവാൻ കഴിവുള്ള ഒരുവൻ ഈ പുത്തൂരിലെ ദൈവാലയത്തിന്റെ നടുവിൽ നാം വരുന്നതിന് മുൻപേ ഇതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്ന് പകൽ അവനെ അനുഭവിക്കും ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു. അതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, for he has declared and it is happened. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ഇന്ന് പകൽ എത്ര പേർക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയും? കർത്താവേ, ഈ ലോകത്തിന് പരിഹരിക്കുവാൻ കഴിയാത്ത, ഈ ലോകത്തിലെ മെഡിക്കൽ സയൻസിന് പരിഹരിക്കുവാൻ കഴിയാത്ത ഒന്നെൻ്റെ ശരീരത്തിൻ്റെ അന്തർഭാഗങ്ങളിൽ ഉണ്ടെന്ന് റിപ്പോർട്ട് തരുമ്പോൾ അതിനെ പരിഹരിക്കുവാൻ കഴിവുള്ള ഒരുവൻ അങ്ങെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുവെന്ന് ഇന്ന് എത്ര പേർക്ക് ഈ ദൂതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? നിന്റെ ബാങ്ക് ബാലൻസ് ഇല്ല എന്നിരിക്കാം. ആമേൻ. നിന്റെ തലമുറകളുടെ ബുദ്ധി തീർന്നു പോയെന്ന് നീ ചിന്തിക്കാം. എന്നാൽ ഇന്ന് പകലിൽ കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ പ്രശ്നത്തെ പരിഹരിപ്പാൻ സർവശക്തനായവൻ ഇന്ന് പകലിൽ ഞാനും നിങ്ങളും വരുന്നതിന് മുൻപേ ഈ ആലയത്തിന്റെ അകത്ത് വന്നു കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ. അവൻ ആരാ? തീയുടെ ബലത്തെ കെടുത്തിയവൻ, സിംഹത്തിന്റെ വായെ പൂട്ടിയവൻ. ആമേൻ, സ്തോത്രം. ലാസറിന്റെ കല്ലറയെ തുറന്ന് പുറത്തു വരുവാൻ കൽപ്പിച്ചവൻ. ഹല്ലേലൂയ. നിർജീവമായതിനെ ജീവിപ്പിച്ചെഴുന്നേൽപ്പിച്ചവൻ. സ്തോത്രം. ഞാൻ ആ വചനം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിലേക്ക് ദൈവാത്മാവ് വചനത്തിൽ നിന്ന് കൊണ്ടുവരുവാനിടയായി. ആമേൻ. നയീൻ എന്ന പട്ടണത്തിൽ നിന്ന് ഒരു മഞ്ചവും പേറിക്കൊണ്ട് ഒരു കൂട്ടം പുരുഷാരം പട്ടണത്തിന് പുറത്തേക്ക് വരുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. മഞ്ചവും പേറിക്കൊണ്ട് ഒരു യൗവനക്കാരൻ്റെ ജീവനില്ലാത്ത ശരീരവും പേറിക്കൊണ്ട് നയീൻ എന്ന പട്ടണത്തിൽ നിന്ന് പട്ടണത്തിന് പുറത്തേക്ക് ഒരു കൂട്ടം ജനം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. പട്ടണത്തിന്റെ അകത്തേക്ക് ഒരുവൻ പാദമെടുത്തു വയ്ക്കുവാനിടയായി. ആമേൻ. സ്തോത്രം. നിർജീവമായിരിക്കുന്ന ഒരു ശരീരവും പേറിക്കൊണ്ട് ആമേൻ വിലപിച്ചു വിലപിച്ചു വരുന്ന, പരിഹാരമില്ലാതെ ഉത്തരം കിട്ടത്തില്ല. ആമേൻ. മണ്ണോട് മണ്ണ് ചേർക്കേണ്ടതിന് ആമേൻ ഈ ശവവും പേറിക്കൊണ്ടുവരുമ്പോൾ പട്ടണത്തിന്റെ അകത്തേക്ക് ഒരുവൻ പാദമെടുത്തു വയ്ക്കുന്നു. അവന്റെ പേരാണ് ജീവന്റെ ഉടമസ്ഥൻ. ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആമേൻ, മരണരഥവും പേറിക്കൊണ്ട് നീ പട്ടണത്തിന് പുറത്തേക്ക് വരുമ്പോൾ നിന്റെ വീടിന്റെ അകത്തേക്ക്, നിന്റെ പ്രശ്നത്തിന്റെ അകത്തേക്ക് ജീവൻ നൽകുവാൻ കഴിവുള്ളവന്റെ പാദം, അവന്റെ ശബ്ദം, അവന്റെ വാക്ക് ഇന്ന് പകലിൽ ഗർജിക്കുമ്പോൾ അത് ജീവിപ്പിക്കുന്ന ശബ്ദമായി. ആമേൻ. അത് ജീവിപ്പിക്കുന്ന ശബ്ദമായി. ചിലതിനെ ഉണർത്തുന്ന ശബ്ദമായി, ചിലതിനെ ബലപ്പെടുത്തുന്ന ശബ്ദമായി, ചില യൗവനക്കാരെ എഴുന്നേൽപ്പിക്കുന്ന ശബ്ദമായി, ചില ബാല്യക്കാരെ എഴുന്നേൽപ്പിക്കുന്ന ശബ്ദമായി, ചിലരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ശബ്ദമായി. ആ ശബ്ദം മാറിത്തീരുകയാ. കേവലം നയീനിലെ വിധവയുടെ മകനെ എഴുന്നേൽപ്പിച്ചു കൊടുക്കുക മാത്രമാണോ? ഹല്ലേലൂയ. ഒട്ടനവധി സംഭവങ്ങളല്ലേ യേശു ആരെന്ന് തൻ്റെ പരസ്യ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അവനെ അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നത്. യായൂറോസിൻ്റെ വീട്ടിലേക്ക് ചെന്നേ. പ്രൈസ് ഗോഡ്. അവിടെ ബാല മരിച്ചു കിടക്കുന്നു.
ആമേൻ. കർത്താവ് ചിലരെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കിടക്കുന്നു. ആമേൻ. അകത്തു വിലപിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു, അവരെ പുറത്താക്കി. ആമേൻ. അകത്തേക്ക് യേശു കടന്നു. ആമേൻ. അകത്ത് ജീവൻ സംഭവിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആ വചനം പഠിച്ചു കഴിഞ്ഞാൽ പുറത്ത് പരിഹാസമേറുന്നു. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? പുറത്ത് പരിഹാസമേറി കഴിഞ്ഞാൽ, പുറത്ത് പരിഹാസങ്ങൾ വന്നാൽ, ഇന്ന് പകലിൽ മനസ്സിലാക്കിക്കൊള്ളണം, അകത്ത് ചിലത്, നിന്റെ വീടിൻ്റെ അകത്ത് ചിലത് ജീവൻ പ്രാപിക്കുന്നുണ്ട്. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായി? ആമേൻ. പുറത്ത് പരിഹാസമാണോ, പുറത്ത് നിന്നയാണോ? ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നീ യേശു ആരെന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്റെ വീടിൻ്റെ അകത്ത് ചിലത് ജീവൻ പ്രാപിക്കും. അവൻ ചിലതിനോട് കൽപ്പിക്കും. സഭയ്ക്കകത്ത് ചിലത് ജീവൻ പ്രാപിക്കും. കുടുംബങ്ങളുടെ അകത്ത് ചിലത് ജീവൻ പ്രാപിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. യേശുവിൻ്റെ അടക്കത്തോടുള്ള ബന്ധത്തിൽ 5 വിധത്തിലുള്ള അപേക്ഷകൾ ദൈവവചനം നാം പഠിച്ചാൽ മനസ്സിലാക്കുന്നു. അതിൽ അവസാനമായിട്ട് പിലാത്തോസിൻ്റെ അടുക്കൽ മഹാപുരോഹിതന്മാരും ആമേൻ പ്രിയപ്പെട്ടവരും കൂടെ വന്നിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഒരാവശ്യമുണ്ട്. യജമാനനെ ആ ചതിയൻ ജീവനോടെ ഇരിക്കുന്ന കാലത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ അങ്ങൊരു കാര്യം ചെയ്യണം. അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് ഈ ശവശരീരം മോഷ്ടിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ലോകത്തിൻ്റെ മുൻപിൽ പ്രൊപ്പഗണ്ട പറയാതിരിക്കേണ്ടതിന് അവൻ്റെ കല്ലറ അധികം ഉറപ്പാക്കണം. പിലാത്തോസ് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും എടുത്ത് യേശുവിൻ്റെ കല്ലറ ഉറപ്പാക്കിക്കോ, ഒരു കുഴപ്പവുമില്ല. എൻ്റെ ചോദ്യം, എന്തിനാണ് യേശുവിൻ്റെ കല്ലറ ഉറപ്പാക്കുന്നത്? അവർക്കൊറ്റ ചിന്തയുള്ളൂ, യേശു ഉയർക്കരുത്. യേശുവിൻ്റെ ഉയർപ്പിനെ തടയണം വല്ലവിധേനയും. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, ലോകൈക ശക്തികൾ മുഴുവൻ അതിനെ എതിർക്കുവാൻ തുടങ്ങി. സകല പൈശാചിക മണ്ഡലങ്ങളും യേശുവിൻ്റെ ഉയർപ്പിനെ തടയുവാനുള്ള സകല പദ്ധതികളും ഇട്ടു. അന്നത്തെ സകല പൊളിറ്റിക്കൽ സിസ്റ്റവും യേശുവിൻ്റെ ഉയർപ്പിനെ തടയുവാനുള്ള സകല പദ്ധതികളും ഒരുക്കിയിട്ടും ആമേൻ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചു. ആമേൻ. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, എന്റെയും നിങ്ങളുടെയും ഉയർപ്പ് ആമേൻ പിശാചു വാദിച്ചു നിൽക്കുന്നുവെങ്കിൽ അതിനെ പൂർത്തീകരിച്ച് തരുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് പകലിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവനാണ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ. അവന്റെ പേരാണ് യേശു. ഇന്ന് പകലിൽ അവന്റെ നാമത്തിന്റെ മുൻപിൽ സകല നാവും ഏറ്റുപറയും. അവന്റെ മുൻപിൽ സകല മുഴങ്കാലും മടങ്ങും. അവന്റെ മുൻപിൽ സകല നാവും ഏറ്റുപറയും, നീ മാത്രം കർത്താവ്. ഇന്ന് പകൽ നാടത്തിൽ നിന്ന് പറഞ്ഞ്, യു ആർ മൈ ലോർഡ്. നീയാകുന്നു എൻ്റെ കർത്താവ്, നീയാകുന്നു എൻ്റെ കർത്താവ്. അവൻ ആരാണെന്നറിയാമോ? യഫദ എന്ന് കൽപ്പിക്കുന്നവൻ. യഫദ എന്ന് കൽപ്പിക്കുന്നവൻ. സകല പ്രതീക്ഷയും അടഞ്ഞു പോയിടത്ത് തുറന്നു വരിക എന്ന് കൽപ്പിക്കുന്ന കർത്താവിനെ ഇന്ന് പകലിൽ ആഴമേറിയ ആമേൻ വാക്കുകളാൽ അവരെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? അവൻ ചിലതിനോട് പറയുന്നു, തുറന്നു വരിക. അവൻ ഇയ്യോബിനോട് ചേർന്ന് നമുക്കൊന്ന് പറയാമോ? നിനക്ക് സകലവും കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങക്ക് സകലവും കഴിയും. ഇയ്യോബ് പറയുക, അങ്ങക്ക് സകലവും കഴിയും. അങ്ങയുടെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല. എന്നെ കേൾക്കുന്ന കുഞ്ഞേ, if you are going through a problem, നീ ഒരു പ്രശ്നത്തിലൂടെ പോകുന്നുവെങ്കിൽ, if you are not able to solve your problems, നിന്റെ പ്രശ്നത്തെ നിനക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ലേ, bring to the Lord. കർത്താവിലേക്ക് ഇന്ന് പകലൊന്ന് കൊണ്ടുവന്നേ. അവൻ്റെ പാദപീഠത്തിങ്കൽ അവനാൽ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വേഗം പരിസമാപ്തി കുറിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകലിൽ കർത്താവിനോടൊന്ന് പറഞ്ഞേ, നിനക്ക് സകലവും കഴിയും, നിനക്ക് സകലവും കഴിയും. ആമേൻ. നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല, അങ്ങയുടെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല. പൗലോസ് ഈ ചോദ്യം ചോദിച്ചു. ശൗൽ എന്ന വ്യക്തി ഈ ചോദ്യം ചോദിച്ചു,
ആ ചോദ്യം ഇതായിരുന്നു, നീ ആരാകുന്നു കർത്താവേ? എന്നാൽ അവൻ പിന്നീട് കർത്താവുമായുള്ള തൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഓരോ ദിവസവും അവൻ ക്രിസ്തുവിനെ അറിയുവാൻ തുടങ്ങി. ക്രിസ്തുവിനെ അറിഞ്ഞ് അവൻ ചെറുതായി ക്രിസ്തു അവനിൽ വളർന്നു വന്ന് താൻ ലേഖനം എഴുതുന്ന അവസരത്തിൽ ഇങ്ങനെ പൗലോസ്ലീഹ പറയുന്നു. ആ പ്രസ്താവന പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ക്രിസ്തുവിലിരിക്കണം, എനിക്കവനെ അറിയണം, എനിക്കവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ദൈവമക്കളെ, അവൻ ആ ദമസ്കോസ് എന്ന പട്ടണത്തിൽ നിന്ന് കർത്താവുമായി തുടങ്ങിയ തൻ്റെ ജീവിതത്തിൻ്റെ യാത്ര, ആമേൻ സ്തോത്രം, ആമേൻ, ആ ചോദ്യം അവൻ അവിടെ ചോദിച്ചു തുടങ്ങി. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച ആ ചോദ്യം തുടങ്ങി ഒട്ടനവധി പ്രാവശ്യം യേശുവിനെ അവൻ അനുഭവിച്ചറിഞ്ഞു, കർത്താവിനെ അവൻ അനുഭവിച്ചറിഞ്ഞു. അവൻ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ഞാനൊരു മനുഷ്യനെ അറിയുന്നു. ഇന്നേക്ക് 14 സംവത്സരത്തിന് മുൻപ് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ശരീരത്തോട് കൂടെയോ അല്ലാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞവൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ അവൻ പറയുകയാണ്, ഐ വാണ്ട് ടു ബി ഇൻ ഹിം. എനിക്കവനിൽ ഇരിക്കണം. അത് മാത്രവുമല്ല, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ എനിക്ക് അനുഭവിച്ചറിയണം. ഇന്ന് പകലിൽ we have to know what is the power of his resurrection. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ ഞാൻ നിങ്ങളും അറിയണം. അതുകൊണ്ട് പൗലോസ് പറയുകയാ, ഒന്ന് ഞാൻ ചെയ്യുന്നു, ആമേൻ സ്തോത്രം, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനായി ആഞ്ഞും കൊണ്ട്, ആമേൻ സ്തോത്രം, ഞാൻ ഓടുകയാ. എന്തിനാണെന്നറിയാമോ? കർത്താവിനെ നേടേണ്ടതിന്, ക്രിസ്തുവിനെ നേടേണ്ടതിന് ഞാൻ, ആമേൻ സ്തോത്രം, ഞാൻ ഓടുകയാ. ഞാൻ മുൻപിലുള്ളതിനെ പ്രാപിക്കേണ്ടതിന് ഞാൻ ഓടുകയാ. ഇന്ന് പകലിൽ ഞാൻ എൻ്റെ വാക്കുകളുടെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരുന്നു. സൂര്യൻ്റെ പ്രകാശത്തെ വെല്ലുന്ന വെളിച്ചത്തിൻ്റെ മുൻപിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് ഈ പുരുഷൻ ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ? ഇന്ന് പകൽ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ആര്? ഈ ഒരു ചോദ്യം ഞാനും നിങ്ങളും ഉത്തരം ഇന്ന് പകലിൽ കൊടുക്കുകയാണെങ്കിൽ എന്തും മറുപടി എനിക്കും നിങ്ങൾക്കും കൊടുക്കുവാൻ കഴിയും. കർത്താവിനോടുള്ള നമ്മുടെ അകലം അടുക്കുന്നുണ്ടോ, അതോ അത് കൂടി വരികയാണോ? ക്രിസ്തുവിനോട് ഞാൻ നിങ്ങളും അടുത്തു വരികയാണോ? ഇന്ന് പകലിൽ സുഹൃത്ത് വലയങ്ങൾ കൂടി വരുന്നെങ്കിൽ ചിന്തിച്ചു കൊള്ളണം. കർത്താവിനോടുള്ള ബന്ധത്തിൽ സുഹൃത്ത് വലയങ്ങൾ കുറഞ്ഞു വരുന്നെങ്കിൽ ചിന്തിച്ചു കൊള്ളണം. ഹല്ലേലൂയ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ആമേൻ, ചന്ദ്രനിലേക്കൊരു സാധനത്തെ വിട്ടായിരുന്നല്ലോ, ചൊവ്വയിലേക്ക് സ്തോത്രം അല്ലേ. ഇവിടെ നിന്ന് പോയപ്പോൾ അത് എത്ര ഉണ്ടായിരുന്നു, അതിൻ്റെ ടണ്ണും ഭാരമൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരോ മേഖല കഴിഞ്ഞ്, ഓരോരോ സ്റ്റേജസ് കഴിഞ്ഞ്, ആമേൻ സ്തോത്രം, അത് ലാൻഡ് ചെയ്തപ്പോൾ എത്രയായെന്നാ അല്ലേ? വലിപ്പമൊക്കെ എവിടെ പോയി? ഇന്ന് പകലിൽ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുവാൻ സമയമായി. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളേൻ. പ്രിയരെ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുവാൻ സമയമായി. അവനെ നമുക്ക് ആഴമായി അറിയാം. ഈ മരുഭൂമി യാത്രയിൽ അവനെ നമ്മുടെ ജീവിതത്തിൽ പിന്നെയും രുചിച്ചറിയാം. അവൻ്റെ വിശ്വസ്ത സാക്ഷികളായി നമുക്കവനെ സ്നേഹിക്കാം, സേവിക്കാം, പിന്തുടരാം. കർത്താവിൻ്റെ വരവോളം വിശ്വസ്തരായി നമുക്ക് നിലനിൽക്കാം. സ്വർഗം ഈ തിരുവെഴുത്തുകളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.